മനുഷ്യൻ തങ്ങളിൽ കാണുമോ? പണ്ടത്തെ ലാൻഡ് ഫോൺ, കുഞ്ഞമ്മാമയെ സുഖമാണോ, ചിന്നമാമയെ സുഖമാണോ, അന്തകാലം മുടിഞ്ചാച്ച്. ഇന്ന് നമ്മുടെ മൊബൈലിൽ 4 ചേട്ടന്മാർ: 1 ഫേസ്ബുക്ക്, 2 മെസ്സഞ്ചർ, 3 വാട്സപ്പ്, 4 ട്വിറ്റർ, 5 ഇൻസ്റ്റാഗ്രാം. എല്ലാം കാണുമില്ലേ? തങ്ങൾ ചിരിക്കുമല്ലേ? സ്വോത്രം. എല്ലാം വീഡിയോ കോളിലായില്ലേ? മനുഷ്യൻ തങ്ങളിൽ കാണും. ഇപ്പം തന്നെ നമ്മുടെ സഹോദരന്മാർ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ ദൈവനാമത്തിൽ പറയും 2 ക്യാമറ ഉള്ളതാണ്. ചേച്ചി പറയും 5 ക്യാമറ ആയിട്ട് തന്നേരം. സന്തോഷമില്ലല്ലോ? സ്വോത്രം. ദാവീദ് കറക്കിയോളെ കറക്കാനായിട്ട് മനസ്സിലാകുന്നവർക്കായി എത്ര ക്ലിയറായി പണ്ടത്തെ കാലത്ത് ഹലോ ഹലോ അതെല്ലാം മാറി ഇന്ന് കാണുന്നു, തങ്ങൾ സംസാരിക്കുന്നു. അതിനാസ്പദമായി കോവിഡ് കാലം വന്നപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാമോ? എല്ലാവരെയും കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചയും പോയി, നടുവേദനയും തുടങ്ങി. അതാ ഗൂഗിൾ മീറ്റ്, സൂം ആപ്പ്, ഫേസ് ആപ്പ്, എന്തെല്ലാം പരിപാടികൾ വന്നെന്നറിയാമോ? ഒരു നാടൻ കഥ. ആരെയും ദുഃഖിക്കാനല്ല, ഇച്ചിരി കഥ പറയുന്നത് നല്ലതാണ്. ഇന്നാരും പറയുന്നില്ലല്ലോ. പണ്ട് നെയ്യാറ്റിൻകര അച്ചായനും അമ്മാമ്മയും അവരുടെ മകൻ മസ്കറ്റിലായിരുന്നു. മനസ്സിലാകുന്നവർക്കായി അന്ന് വെള്ളയമ്പലത്താണ് ടെലിഫോൺ എക്സ്ചേഞ്ച് ഉള്ളത്. അവരങ്ങോട്ട് രാവിലെ ലോക്കൽ കോൾ വിളിക്കും: സാർ, ഞങ്ങൾക്കൊരു കണക്ഷൻ കാൾ വേണം, മസ്കറ്റിൽ മോനുമായിട്ട് സംസാരിക്കാൻ. അവർ പറയും വൈകിട്ടേ കിട്ടത്തുള്ളെന്ന്. 6:30 ആകുമ്പോഴത്തേക്ക് അച്ചായനും അമ്മാമ്മയും നല്ല മേശയുടെ മുമ്പിൽ വന്നിരിക്കും. അന്നത്തെ ടെലിഫോണിൻ്റെ പ്രത്യേകത എന്തോ? 4 കിലോ ബേസും 1 കിലോ റിസീവറും. 5 കിലോ ആയിരുന്നു അന്നത്തെ ടെലിഫോൺ. മനസ്സിലാക്കുന്നവർക്കായി മണി അടിക്കും. അച്ചായനോട് എക്സ്ചേഞ്ചുകാർ പറയും അടുത്ത കോള് മസ്കറ്റുമായിട്ട്. നേരെ അച്ചായൻ ആ റിംഗ് ടൂൺ എടുത്തിട്ട് ഒരൊറ്റ വിളി: ജോസ് മോനെ സുഖമാണോ? പ്ലാങ്ങാമുറിയിലെ 4 വീട്ടുകാരും കേൾക്കും, കൂട്ടിലിരിക്കുന്ന പട്ടിയും കുറയ്ക്കും അച്ചായൻ്റെ ശബ്ദം കേട്ടിട്ട്. മനസ്സിലാകുന്നവർക്കായി ആ വിളിയായിരുന്നു അന്തക്കാലം. അടുത്ത അച്ചായനും അമ്മാമ്മയും. ഇപ്പം അതാണോ? പ്ലാങ്ങാമുറിയിൽ അച്ചായനും അമ്മാമ്മയും വൈകിട്ട് ഭിത്തിയിൽ ഒരു ചെകുത്താൻ, ഒരു ലാപ്ടോപ്പ്, കീ കൂക്കു. സന്തോഷമില്ലല്ലോ? മനസ്സിലാകുന്നവർക്കായി ഡയറക്റ്റ് ലൈവ് മസ്കറ്റിലേക്ക്. ഉടനെ പറയും ചാറ്റ് തുടങ്ങാം, പിള്ളേർ വന്നിട്ടുണ്ട്. മനസ്സിലാകുന്നവർക്ക് അച്ചായനും അമ്മാമ്മയും ടേബിളിൽ ഇവിടെ ഇരിക്കും. മസ്കറ്റിലുള്ള മകനും മകളും കൊച്ചുമോളും ഇവിടെ ഇരിക്കും. അവർ തങ്ങൾ സംസാരിക്കും. പ്ലാങ്ങാമുറി കൺവെൻഷൻ നടക്കുന്നു, കാറ്റ് വല്ലതും അടിച്ചോ, പ്രളയം വല്ലതും ഉണ്ടായോ, ഇവിടെ ജാഥകൾ നടക്കുന്നോ, ഇതെല്ലാം ചോദിക്കും. അച്ചായൻ പറയും കുഴപ്പങ്ങളൊന്നുമില്ല, എല്ലാം സന്തോഷം. ഉടനെ അച്ചായൻ്റെ അടുത്ത് പിള്ളേരെ എവിടുന്ന് ചോദിക്കും വൈകിട്ട് എന്തുവാ രാത്രിയിലെ ഭക്ഷണം? അച്ചായൻ പറഞ്ഞു ഞങ്ങൾ കാരക്കോണത്ത് പോയി, ഷുഗർ ഇച്ചിരി ഹൈയാ. ഡോക്ടർ പറഞ്ഞു ദാണ്ട മോൻ നോക്കിയാട്ടെ ഗോതമ്പ് നുറുപ്പും കണ്ണിമാങ്ങയും. സന്തോഷമില്ലല്ലോ? മേശപ്പുറത്ത് കാണിക്കും. മനസ്സിലാകുന്നവർക്കായി ആ സമയത്ത് ഈ പിള്ളേരോട് ചോദിക്കും നിങ്ങളുടെ ഭക്ഷണം എന്തോ? അവർ പറയും നോക്കിയാട്ടെ പപ്പ, കെൻഡക്കി ഫ്രൈഡ് ചിക്കനും കോക്ടെയിലിൻ്റെ ജ്യൂസും. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. കണ്ടില്ലേ? എല്ലാം ഇന്ന് കണ്ണിന് മുൻപിൽ കാണുന്നു. ലോകം ഒരുവൻ്റെ കയ്യിൽ. എല്ലാവരും കമ്പ്യൂട്ടർ പഠിച്ചില്ലേ? മനസ്സിലാകുന്നവർക്ക് ദാണ്ടിരിക്കുന്നു കുഞ്ഞുവാനും ജോസൂട്ടിയിരിക്കുന്നു. പണ്ട് മമ്മി അവർക്ക് മൊബൈൽ കൊടുക്കോ? വട്ടിയിലിട്ട് വെച്ചിരുന്ന സ്കൂൾ അടച്ചപ്പോൾ പിള്ളേരെ കൊടുത്ത് സകല ആപ്പും പിള്ളേർക്കറിയാം. മര്യാദയ്ക്ക് ഇന്നലെ അപ്പനെ അമ്മയെ ആപ്പിലാക്കുക. മനസ്സിലാകുന്നവർക്കായി സ്വോത്ര. இந்த நாள்களில் உலகத்தின் முடிவும் கடைசி கால செய்திகளும் பேசுகிறது. குமரி மாவட்டத்துக்கு நான் போயிருக்குது. அந்த தலைமை போதகர் அவர் தான் 85 வயசு இருக்கிற ஒரு அப்பச்சன் இருக்குது. 3 நாள்கள் நான் பேசுகிறது. 1ஆம் நாள் யோகம் முடிஞ்சாச்சு വീട്ടിക്കുള്ള വന്നപ്പോൾ 85 വയസ്സുള്ള അപ്പച്ചൻ വിൻസെന്റ് പാസ്റ്റർ ലാപ്ടോപ്പ് ഇട്ട് ഞെക്കുന്നു. എൻ്റെ ചങ്ക് കത്തിപ്പോയി. മത്തിത്തല പിടിക്കാൻ വയ്യാത്ത അപ്പച്ചൻ ലാപ്ടോപ്പ് ഞെക്കുന്നു. മനസ്സിലാകുന്നവർക്ക് സ്വോത്രം. അപ്പോൾ എനിക്ക് 2 നാൾ കൂടി ചെയ്തി இருக்குது. 2ஆம் നാൾ ഞാൻ മിണ്ടിയില്ല. 3ஆம் നാൾ പോരുന്നതിൻ്റെ ചോദിച്ചു ஐயா நீ எங்கே யாருக்கிட்டு கூப்பிடுது? அப்போ പറഞ്ഞ என் மகன் சின்ன குழந்தை UK நேர்ஸாக இருக்குது, அவளை ஜோலி முடிஞ்சாச்சு வந்தோன்னு ഞാൻ ചാറ്റ് ചെയ്യും. അന്ന് സന്തോഷം ഇല്ലല്ലോ? സ്വോത്രം. 85-കാരൻ അപ്പച്ചൻ. മനസ്സിലാകുന്നവർക്കായി കുമാരി മാവട്ടത്തിൽ. ഞാൻ അപ്പച്ചനോട് ചോദിച്ചു അപ്പച്ചൻ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയാന്ന് ഇത് പിടിച്ച്. അപ്പച്ചൻ പറഞ്ഞ് ചർച്ചെല്ലാം ക്ലോസ് പണി കോവിഡ് കാലത്ത് ഞാൻ സൂം പ്രസംഗിച്ച് അരുമயான കമ്പ്യൂട്ടർ തേവയായിരിക്കുന്നത്. കരമുയർത്തുന്നവർക്കായി സ്വോത്രം. എല്ലാം ക്ലിയർ ആയില്ലയോ? അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കാന്തൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ എതിർ ക്രിസ്തു നമ്മളെ മുഖാമുഖം കാണുന്ന കാലം വരാറായി. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം അവൻ നമ്മെ കണ്ണുകൊണ്ട് കാണുന്നതിന് മുമ്പ് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ തൻ്റെ മക്കളെ ചേർക്കുക 10,000 പേർ സുന്ദരനായി മടങ്ങി വരും. അതിനുശേഷം 2ാമത്തെ കാര്യമാ സാത്താൻ ലോകത്തോട് സംസാരിക്കും. അതാ വമ്പ് പറയുന്ന വായി. ഇതാണ്ടേ ഗൂഗിൾ മാപ്പ്. പണ്ട് നെയ്യാറ്റിൻകര വന്ന് പ്ലാങ്ങാമുറി, അത് കഴിഞ്ഞ് പ്ലാമൂട്ടുകട, പൊടിയൂർ, മാവിളക്കടവ് പോകാൻ വഴിയരികെ നാരായണൻ ചേട്ടനോട് ചോദിക്കണം. ഇത് ചോദിക്കണോ? ഇന്ന് വണ്ടിക്കകത്ത് നല്ലൊരു പുള്ളിക്കാരെ ഇരിപ്പുണ്ട് ഗൂഗിൾ. ആ ഗൂഗിളിനോട് ചോദിച്ചാൽ മതി എവിടത്തേക്കാ യാത്ര? മാവിളക്കടവ്, ഗോ ലെഫ്റ്റ് റൈറ്റ്. സന്തോഷമില്ലല്ലോ? അങ്ങനെയെങ്കിൽ സാത്താൻ ലോകത്തോട് സംസാരിക്കും. ഇതൊരു അന്ത്യകാലത്തിൻ്റെ ലക്ഷണമാണ്. ഇന്ത്യക്കാരെ സുന്ദർപ്പിച്ച ഗൂഗിളിനകത്ത് മനുഷ്യ ശബ്ദം അവോയ്ഡ് ചെയ്ത് മറുപടിയായി കൊണ്ടുവരുന്നത്. അങ്ങനെയെങ്കിൽ സാത്താൻ ലോകത്തോട് സംസാരിക്കുമോ? എല്ലാവരും കേൾക്കണം. ഇതാ അന്ത്യകാല സംഭവം. ഇന്ന് രാത്രി നിങ്ങൾ ഇരിക്കുമ്പോൾ ഇസ്രായേലിൻ്റെ പർവ്വതനിര മെഗിദോ താഴ്വര, അവിടെ ഒരു മനുഷ്യ ഹല്ലേലൂയ 1000 മനുഷ്യൻ്റെ തലച്ചോറ്
മണിക്കൂറിൽ ഒരു കമ്പ്യൂട്ടർ സെറ്റ് ചെയ്യുന്നു. 1000 ഹ്യൂമൻ ബീങ് ബ്രെയിൻ സാച്ചുറേറ്റഡ് കമ്പ്യൂട്ടർ എന്നാണ് അതിനെ വിളിക്കുന്നത്. ഇന്ന് ഏകദേശം 600 ഭാഷകൾ കൺവേർട്ട് തുടങ്ങി. നിങ്ങളുടെ മൊബൈലിൽ മലയാള പ്രസംഗം ഇംഗ്ലീഷിലോട്ടും ഡബ് ചെയ്യാം. അതിൻ്റെ ആസ്പദമായി അതിൻ്റെ സോഫ്റ്റ്വെയർ പെഗാസസ് എടുത്തിരിക്കുന്നത് ഇന്ത്യയിൽ. ഈ നമ്മുടെ മോഡി സാർ മൻ കി ബാത്ത് ചായക്കടയിൽ നിന്ന് എല്ലാവർക്കും കേൾക്കാം. 8 കോടി ജനങ്ങളാണ് കേൾക്കുന്നത്. സ്വോത്രം. അത് ഇസ്രായേലിൻ്റെ സോഫ്റ്റ്വെയർ വഴി അത് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം അന്ത്യകാല സംഭവം. ഇനി കാന്തൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ സാത്താൻ ലോകത്തോട് സംസാരിക്കും. എല്ലാവരും കേൾക്കണം, പറഞ്ഞു തരാം. ആ വോയിസ് ട്രാൻസ്ലേറ്റർ വഴി നമ്മുടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ ഓണത്തിന് നിങ്ങൾ നെയ്യാറ്റിൻകരയിരുന്നപ്പോൾ ഒരു ശബ്ദം 04713300. ഞാൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. എല്ലാവർക്കും ഓണാശംസ. നമ്മുടെ തിരുവനന്തപുരത്ത് മത്സരിച്ച ശശി തരൂർ സാർ ശോശാമ സിസ്റ്റർ വീട്ടിൽ വന്നില്ല. ഒരു ദിവസം രാവിലെ ഒരു നമ്പർ വന്ന്, ഹലോ ഞാൻ ശശി തരൂർ, കൈപ്പത്തി അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തും. അപ്പോൾ സോഫ്റ്റ്വെയർ എല്ലാം ഒരുവന്റെ കയ്യിലായി കഴിഞ്ഞു. അന്ത്യകാലം. അങ്ങനെയെങ്കിൽ കമ്പ്യൂട്ടർ ശബ്ദം മാറ്റുമോ? കേട്ടോണോ? നാലുമാവടി തമിഴ്നാട്ടിൽ അരുമയാണ് ഒരു ഊളിയക്കാരൻ ഇരിക്കുന്നത്. അവർ നാലുമാവടിയിൽ ഇരിക്കുന്ന നല്ല ഒരു ഊളിയക്കാരൻ. അദ്ദേഹത്തിൻ്റെ പേര് നാലുമാവടി. അദ്ദേഹത്തിൻ്റെ എന്തോ സാമ്പാസ്റ്ററെ നല്ലൊരു പേരുള്ള മോഹൻ ഏതാ നാലുമാവടിയിൽ നല്ല പ്രാസംഗികൻ. അദ്ദേഹത്തിൻ്റെ പേര് എൻ്റെ ഇതിൽ മോഹൻ സി ലാസർ. നല്ല കാര്യം ഇത് തന്നെ, മോഹൻ സി ലാസർ. അദ്ദേഹം നേരത്തെ ഹാർവസ്റ്റ് ടിവിക്കും പവർ വിഷനും പ്രസംഗം കൊടുക്കും. ഒരാൾ ലാപ്ടോപ്പായിട്ടിരുന്ന് ട്രാൻസ്ലേറ്റ്. അന്തകാലം മുടിഞ്ചാച്ച് ഇന്ന് മോഹൻ സി ലാസർ അരുമயான തേവ കൊടുക്കുന്നത് കമ്പ്യൂട്ടർ ട്രാൻസ്ലേറ്റ് ചെയ്യും മലയാളത്തിലേക്ക്. രണ്ടാമത്തെ കാര്യം, ജോയിസ് മേയർ. കേട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കരമുയർത്താൻ. ജോയിസ് മേയർ മനസ്സിലാകുന്നവർക്കായി അവർ ഇംഗ്ലീഷിലാണ് പ്രസംഗം കൊടുക്കുന്നത്. ഇസ്രായേലിൻ്റെ സോഫ്റ്റ്വെയർ അത് മലയാളത്തിലേക്ക് മാറ്റുന്നത് ലോകരാജ്യങ്ങൾ മുഴുവൻ കേൾക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കാന്തൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഇസ്രായേലിൻ്റെ പർവ്വതത്തിനകത്ത് ഒരു സോഫ്റ്റ്വെയർ വഴി ശരിയാകുന്നു. അതിൻ്റെ പേര് വോയിസ് ട്രാൻസ്ലേറ്റർ. സാത്താൻ ലോകത്തോട് സംസാരിക്കും. നിങ്ങളുടെ കർണപടങ്ങൾ സാത്താൻ്റെ ശബ്ദം. ഇന്ന് രാത്രി മൻ കി ബാത്ത് മോഡി സാറിൻ്റെ, പിണറായി സാറിൻ്റെ ഓണാശംസ, ശശി തരൂർ സാറിന്റെ വോട്ടവകാശമല്ല നിങ്ങളുടെ മൊബൈൽ ഫോണിൽ കേട്ടെങ്കിൽ കാന്തന്റെ കരവിൽ കൈവിടപ്പെട്ടു പോയാൽ സോഫ്റ്റ്വെയർ അവന്റെ കയ്യിൽ കിട്ടിയ സകല രാജ്യങ്ങളോട് സകല ഭാഷക്കാരോട് അവൻ സംസാരിക്കും. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, അവന്റെ ശബ്ദം ഞങ്ങളുടെ കർണപടങ്ങളിൽ മുഴങ്ങുന്നതിന് മുമ്പ് മറ്റൊരു ശബ്ദം മധ്യാകാശത്തിൽ മുഴങ്ങും. കരമുയർത്തുന്നവർക്ക് ആ ശബ്ദത്തിന്റെ പേരാ കർത്താവ് തൻ ഗംഭീരനാഥ്. പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്ക്. ജീവനോടിരിക്കുന്ന നാം അവനെ എതിരേൽക്കുവാൻ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടാൻ കാലമായി. കാലം സമീപം. ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങിവ. നാഥന്റെ വരവിന്റെ ചിലമ്പൊലികൾ മുഴങ്ങാൻ കാലമായി. 1 മൃഗം, 2 അവൻ മനുഷ്യനെ നോക്കും, 3 അവൻ സംസാരിക്കും. വരുന്നു മൃഗത്തിന്റെ പ്രതിമ. മനസ്സിലാകുന്നവർക്കായി റോബോട്ട് അന്ത്യകാലം മുഴുവൻ കൈയടക്കും. വായിക്കുന്നു വെളിപ്പാട് പുസ്തകം 13, 14, 15. ഇതിന്റെ പേര് ഇന്റർനെറ്റ് മർഡർ. എല്ലാവരും കേൾക്കണം. കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലുന്ന ഒരു കാലം വരാറായി. വെളിപ്പാട് പുസ്തകം 13, 14, 15 എല്ലാവരും എടുത്താട്ടെ. ദൈവസഭ എടുക്കുന്നതിനോടൊപ്പം തന്നെ റോബോട്ട് രംഗപ്രവേശം ചെയ്യാൻ പോകുന്നു. വായിക്കാം വെളിപ്പാട് 13, 14, 15. വായിക്കാം മക്കളെ. മൃഗത്തിന്റെ മുമ്പിൽ പ്രവർത്തിപ്പാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച് മൃഗത്തിന് പ്രതിമ ഉണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യുന്നു. റോബോട്ടിനെ ആഗോള വ്യാപകമായി ഉണ്ടാക്കുവാൻ എതിർ ക്രിസ്തു പറയും റോബോട്ടിനെ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി അതിന്റെ തുടക്കവുമായി കഴിഞ്ഞു. അടുത്ത വാക്ക്, ഒറ്റ വാക്ക് വായിച്ചാട്ടെ. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും. കർത്തൃദാസൻ അവിടെ നിർത്തിയാട്ടെ. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കും. വ്ളാങ്ങാമുറിയിൽ ഒരു 12-13 കൊല്ലം മുമ്പ് സജു ചാത്തന്നൂർ വന്ന് പറയുക റോബോട്ട് സംസാരിക്കുമെന്ന് പറഞ്ഞാൽ ഈ പാസ് എന്തോ പറയുന്നു. എല്ലാവരും കേട്ടാട്ടെ. എല്ലാ ചേച്ചിമാരും ഓൺലൈൻ കാണാം. മഹനീയത്തിനകത്തുണ്ട്. ഇത് കണ്ടോട്. 2018 ഒരു പെൺകുട്ടി സൗദിയിൽ നിന്ന് വന്നു. മേരാ നാം സോഫിയ, നമസ്തേ ഇന്ത്യ. റോബോട്ട് സംസാരിക്കുന്നു. നമ്പർ 1. രണ്ടാമത്തെ കാര്യം കണ്ടോ, സൗദി പാസ്പോർട്ട് അവർക്ക് കൊടുത്തെന്ന്. നമ്മുടെ നെയ്യാറ്റിൻകരയിലെ സോമൻ ചേട്ട 25 കൊല്ലം അറബിയുടെ കീഴിൽ പഠിച്ചിട്ട് അക്കാമയില്ല മക്കാമയില്ല. മനസ്സിലാകുന്നവർക്ക് റോബോട്ടിന് പാസ്പോർട്ടും കൊടുത്തു. ഓൾ സിറ്റിസൺഷിപ്പ് പ്രൊവൈഡ് ബൈ സൗദി അറേബ്യ. ഇപ്പം കണ്ടോ, സിനിമാ നടി നഗ്മയുടെ കണക്ക് കണ്ണാടിയൊക്കെ വെച്ച് അവൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഉലകം ചുറ്റും വാലിബൻ റോബോട്ട്. എന്തിനു നല്ല കാലം. അത് കഴിഞ്ഞ് റോബോട്ട് ഇപ്പം മാറി, മേറ്റയും മാറി, ചാറ്റ് GPT. നല്ല സന്തോഷമായിരിക്കുന്നു. എത്ര നല്ല കാലത്തിലേക്ക് ലോകം വരുന്നു. അത് കഴിഞ്ഞ് തിരുവനന്തപുരത്തുകാർക്ക് ശ്രദ്ധിക്കാം. ദാണ്ട വട്ടിയൂർക്കാവിൽ ISR ഒരു പെൺകുട്ടിയെ ഉണ്ടാക്കി, വ്യോമമിത്ര. ഇന്ന് രാത്രി ശാസ്ത്രജ്ഞന്മാരുമായി ചേർന്ന് അവർ ബാംഗ്ലൂരിൽ കാര്യം കൈകാര്യം ചെയ്യുന്നു. റോബോട്ട് സംസാരിക്കും. ഇതാ ഞങ്ങളുടെ ബൈബിൾ. റോബോട്ട് സംസാരിക്കുമോ? ഇന്ന് നമ്മുടെ മൊബൈലിനകത്ത് പണ്ട് ഗൂഗിളായിരുന്നു.
ഇപ്പൊ ചാറ്റ് GPT. അതുകൊണ്ടല്ലേ കുഞ്ഞുങ്ങൾ പറയുന്നത് മമ്മിക്ക് ഒരു മണ്ണാങ്കട്ടെ അറിയത്തില്ല, ചാറ്റ് GPTയോട് ചോദിക്കാന്ന്. സന്തോഷമില്ലല്ലോ മനസ്സിലാകുന്നവർക്ക്. ഇന്നാളൊരു കൊച്ച് ഒരു മൊബൈൽ എടുത്ത് വെച്ചിട്ട് ചാറ്റ് GPTയോട് ചോദിച്ചു മൂർക്കം പാമ്പ് ചീറ്റുന്നത് എങ്ങനെയാന്ന്. സന്തോഷമില്ലല്ലോ. ചാറ്റ് GPT ശബ്ദം മൊബൈലും പോയി കാര്യവും പോയി, മനസ്സിലാകുന്നവർക്ക്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത പാമ്പ് ചീറ്റുന്ന പരിപാടിയൊന്നും മൊബൈലിനോട് ചോദിക്കാൻ നിൽക്കരുത്, മനസ്സിലാകുന്നവർക്ക്. സ്വത്രം. അത് കഴിഞ്ഞിട്ട് ഇപ്പം നിങ്ങളുടെ മൊബൈലിനകത്ത് വേറൊരെണ്ണം വന്നിട്ടുണ്ട്, അതിൻ്റെ പേര് ജെമിനി. ഐ ആം ഹെൽപ്പ് യു. അങ്ങനെയെങ്കിൽ നമ്മുടെ പുതിയ കാർ എടുത്ത് ശീലാസ് പാസോ യാഗദത്ത് മാണി പാസോ എടുത്തു കഴിഞ്ഞാൽ കാറ് സ്റ്റാർട്ടാക്കുമ്പോൾ ഒരു പെൺകുട്ടിയുടെ സൗണ്ട്, സാർ ഐ ആം ക്ലാര, എനി ഹെൽപ്പ് യു നീഡ്. സന്തോഷമില്ലല്ലോ മനസ്സിലാകുന്നവർക്ക്. സ്വത്രം. ഇതെല്ലാം അന്ത്യകാലം. ഇതാ മക്കളെ, റോബോട്ട് സംസാരിക്കുമ്പോൾ കയറില്ല, വയറില്ല, കമ്പ്യൂട്ടറില്ല, BSN ഇല്ല, ബ്രോഡ്ബാൻഡ് ഇല്ല, MyG ഇല്ല, 1G ഇല്ല, ഓക്സിജനും ഇല്ല. എന്നാൽ 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് പത്മോസിന്റെ ഏകാന്തതയിൽ ഒരപ്പച്ചൻ മുട്ടുമടക്കിയപ്പോൾ സ്വർഗം പറഞ്ഞു റോബോട്ട് സംസാരിക്കും. ഇതാ ഞങ്ങളുടെ ബൈബിൾ നെയ്യാറ്റിങ്കരെ. പ്രസംഗിക്കുന്നവൻ മാറ്, പ്രവാചകൻ വീട്, ഉപദേശി പട്ടുപോകും. എന്നാൽ ഞങ്ങളുടെ കരങ്ങൾ പിടിച്ച വചനത്തിന് യാതൊരു മാറ്റവുമില്ല. ഇന്ന് രാത്രി നെയ്യാറ്റിങ്കരെ വിളങ്ങാമുറിയേ. ഇത് ഉയർത്തുന്നവൻ ഭാഗ്യവാൻ, ഇത് പ്രസംഗിക്കുന്നവൻ ഭാഗ്യവാൻ, ഇത് ഉയർത്തുന്നവന്റെ തലമുറ എൻ്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. ഇത് മനുഷ്യന്റെ കാറ്റലോഗല്ല, ഉയരത്തിൽ നിന്ന് സർവശക്തനായ ദൈവം മനുഷ്യകുലത്തിന് വേണ്ടി പകർത്തു കൊടുത്തത്. ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തുന്ന തിരുവചന തേനിനേക്കാളും തേൻകട്ടയെക്കാളും ഇന്ന് രാത്രി മനുഷ്യനെ മാറ്റിമറിക്കുക, നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുക, മരണത്തിന്റെ അവസ്ഥകളിൽ നിന്ന് വിടുവിക്കുക, നിന്റെ ആത്മഹത്യത്തെയും കൊലപാതകത്തെയും എല്ലാം മാറ്റിത്തരുവാൻ ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തുന്ന ബൈബിളിന് കഴിയും. കുഞ്ഞെ, നീ തുറന്നൊരു വാക്യം വായിക്ക്, സമാധാനത്തോടെ കടന്നുറങ്ങുക. നീ നല്ലതുപോലെ ഇതെന്ന് വായിച്ച് മനസ്സിലാക്കുക. നിന്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കുക. യേശു രക്ഷകനെന്ന് നീ ആരോടെങ്കിലും ഒന്ന് പറഞ്ഞു നോക്ക്, പുതിയ വഴികൾ ദൈവം നിനക്ക് വേണ്ടി തുറന്നു തരും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് രാത്രി ചങ്കൂറ്റത്തോടെ ഈ ജീവനുള്ള ബൈബിൾ പ്രസംഗിക്കുന്നത്. വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടല്ല. എൻ്റെ കണക്ക് ഇവിടെ ഇരിക്കുന്ന സാമ്പാസുമല്ല, ഇവിടെ ഇരിക്കുന്നവരെല്ലാം എൻ്റെ സഹോദരങ്ങളെ റെക്കോർഡ് ചെയ്യുന്നവരുമല്ല. എവിടെ പോയാലും ജോലി കിട്ടും. 7 ഭാഷയും 2 ബിരുദങ്ങളും കഴിഞ്ഞ് ഇത്രയും കാര്യം കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എവിടെ പോയാലും പണി കിട്ടും. എന്നാൽ എന്തുകൊണ്ട് ഞങ്ങൾ വചനം പ്രസംഗിക്കുന്നു? ഒരാത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി. അതുകൊണ്ട് കവലയിൽ നിന്നും, കമ്പോളത്തിൽ നിന്നും, കപ്പക്കാലയിൽ നിന്നും, വണ്ടിയുടെ മേളിൽ നിന്നും വിളിച്ചു പറയും, യേശു രക്ഷകൻ, അവൻ രാജാതി രാജാവായി മടങ്ങി വരുന്നു. അതാകട്ടെ ഞങ്ങളുടെ സുവിശേഷം. അങ്ങനെയെങ്കിൽ കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും. അതിന്റെ പേരാ ഇന്റർനെറ്റ് മർഡർ. എല്ലാവരും കേട്ടോണം. തിരുവനന്തപുരത്ത് നടന്ന സകല സംഭവങ്ങളും ഇതിനകത്തുണ്ട്. മുൻപ് കുഞ്ഞു വായിച്ചാട്ടെ. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കും. അടുത്തത് മൃഗത്തിന്റെ പ്രതിമയെ വായിച്ചു മോനെ. മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെയൊക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലവും ലഭിച്ചു. അവിടെ നിൽക്കേണ്ട ഭാഷ. അതിന്റെ പേരാ ബ്ലൂ ബ്രെയിൻ. എല്ലാവരും കേൾക്കണം. മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അവൻ അധികാരം ലഭിച്ചു. ഇത് അന്ത്യകാലത്തിന്റെ നിർണായകമായ സംഭവമായി ലോകം കണ്ടുകൊണ്ടിരിക്കുന്നു. ഏറ്റവും നിർണായകമായ കാര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനാസ്പദമായി ഇന്ന് കമ്പ്യൂട്ടറിന്റെ പതിപ്പുകളെല്ലാം മാറിക്കഴിഞ്ഞു. ഇന്റർനെറ്റ് മർഡർ, കമ്പ്യൂട്ടർ മനുഷ്യരെ കൊല്ലു. അന്ത്യകാലത്തിലേക്ക് ലോകം വരുന്നു. ആദ്യത്തെ കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞന്റെ പേര് 1950 അലൻ ടോറി. അദ്ദേഹം പറഞ്ഞ ഈ കമ്പ്യൂട്ടർ ഒരു കാലത്ത് വിനാശമാകും, കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലുന്ന ഒരു കാലം വരാറായി. ഇന്ന് രാത്രി ഇന്റർനെറ്റ് മർഡർ നടക്കുമോ? ശാന്താറ്റ ഇഷ്ടം ആരാധന. അവന് മനുഷ്യനെ കൊല്ലുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഏതെങ്കിലും വഴി കൊല്ലിക്കാൻ ശ്രമിക്കും. എല്ലാവരും കേട്ടോണേ. തിരുവനന്തപുരം കാടൽ ജിൻസൺ രാജ, അഥവാ നമ്മുടെ തിരുവനന്തപുരത്ത് LMS പാളയം LMS ചർച്ചിന്റെ മെമ്പറായിരുന്നു. അപ്പനാരാ? നല്ല പ്രൊഫസർ, അമ്മ ഡോക്ടർ, മകൾ പെങ്ങൾ. ഈ കുഞ്ഞിരുത് കേൾക്കുന്ന പോലെ അന്നത്തെ കാലത്ത് MM ചർച്ചിൽ എൻ്റെ പ്രസംഗം കേട്ട കരോള്. അത് കഴിഞ്ഞിട്ട് ആരാ? ഒരു വീട്ടിലെ വേലക്കാരി 4 പേരെ പച്ചയ്ക്ക് കൊന്നു. മനസ്സിലാകുന്നവർക്കായി. അത് കഴിഞ്ഞതിന് ശേഷം പേരൂർക്കട പെട്രോൾ പമ്പ് ഇത് പെട്രോൾ മേടിച്ചുകൊണ്ട് വന്ന് കത്തിച്ച് കളഞ്ഞു. സാത്താനെ ആരാധിക്കുന്ന കാടൽ ജിൻസൺ രാജ. തിരുവനന്തപുരം വെള്ളറട JS പെന്തക്കോസ് ദൈവസഭ. എത്രയോ കൊല്ലം കൊണ്ട് ഞാനിവിടെ കൺവെൻഷൻ പ്രസംഗിക്കുന്നതാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ടവൻ അഞ്ചുപരങ്ങാലയ്ക്ക് സമീപം ജോസേട്ടൻ്റെ ഒരു മകനെ എവിടെ വിട്ടെന്നറിയാമോ? ഈ എഞ്ചിനീയറിങ്ങിനോ ഡോക്ടറേറ്റിനോ വിട്ടു. അവൻ സാത്താനെ ആരാധിക്കുന്ന കൂട്ടത്തിൽ പെട്ടുപോയി. പരിപാടി പതിയാക്കി വീട്ടിനകത്ത് പ്രത്യേക റൂം ഉണ്ടാക്കി. എന്നിട്ട് അവൻ്റെ പരിപാടി എന്തോ അപ്പനെ അമ്മയും കൊല്ലാനാ. പലപ്പോഴും വഴക്കുണ്ടാക്കി. ഒരു സുപ്രഭാതത്തിൽ വൈകിട്ട് സ്വന്തം പിതാവിനെ 28 കുത്തുകുത്തിയ പ്രജിൻ വെള്ളറടയിൽ കൊന്നുകളഞ്ഞത്. ആ പിച്ചാത്തിയുമായിട്ട് അവൻ യാത്ര ചെയ്തു. വെള്ളറട സ്റ്റേഷനിൽ ചെന്നു. CAയുടെ മുമ്പിൽ വെച്ചു. അദ്ദേഹം ഞെട്ടിപ്പോയി ആ കത്തി കണ്ടിട്ട്. അവസാനം നെയ്യാറ്റിങ്കര DYSP എന്ന കാര്യം കൈകാര്യം ചെയ്ത ആരാണ്ട് പറഞ്ഞവന് തലയ്ക്ക് ഒരു കുഴപ്പമില്ല, ഇവൻ സാത്താനെ ആരാധിക്കുന്നവൻ. അതുകൊണ്ട് അവൻ്റെ അമ്മ പറഞ്ഞ് കിട്ടിയിരുന്ന എന്നെയും തട്ടിയൻ. ഇത് മനസ്സിലാകുന്നവർക്ക് ശ്രോത്രം. കാടൽ ജിൻസൺ രാജ പ്രജിൻ. അടുത്തത് കേട്ടാട്ടെ. ചെമ്പക ലീക്കോഡ് സ്കൂൾ. എല്ലാവരും കേൾക്കണം. തിരുവനന്തപുരത്ത് അവിടെ പാമ്പാടിക്കാരൻ ഒരു ചെറുപ്പക്കാരൻ നവീൻ. അതിനുശേഷം ആര്യ ടീച്ചറും ദേവി ടീച്ചറും സാത്താനെ ആരാധിക്കുന്നവരായിരുന്നു തിരുവനന്തപുരം കണ്ടത്. അപ്പോൾ അവർ ഒരുമിച്ച്
സാത്താനെ ആരാധിക്കുന്ന കൂട്ടത്തിലായിരുന്നു. അപ്പോൾ ആര്യ ടീച്ചറിന് കല്യാണം ഉറച്ചു. ലാറ്റക്സിൽ ഒരു അച്ഛൻ്റെ മകൻ. എല്ലാവരും കേൾക്കണം, എല്ലാവരും കേൾക്കണം, എല്ലാവരും കേൾക്കണം. ഇതെല്ലാം കർത്താവിൻ്റെ വരവാ. ഒരു സുപ്രഭാതത്തിൽ അവർ സ്കൂൾ അടച്ചപ്പോൾ അരുണാചൽ പ്രദേശിൽ പോയി സാത്താൻ ഗ്രൂപ്പായിട്ട് ചാറ്റ് ചെയ്തു. അവർ പറഞ്ഞു, ഇവിടെ വെച്ച് മരിച്ചാൽ യേശു ഉയർത്തെഴുന്നേറ്റതുപോലെ ഉയർത്തെഴുന്നേൽക്കുക. നമ്പർ 1, ആര്യ ടീച്ചറെ അവർ കൊന്നു, ശരീരത്തിൽ വരച്ചു 666. സ്വന്തം നവീൻ, ആ ദേവി ടീച്ചർ, തിരുവനന്തപുരം സ്കൂളിലെ ടീച്ചറെ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കൊന്നുകളഞ്ഞു. 2, മൂന്നാമത്തെ കാര്യം, അവൻ കെട്ടിത്തൂങ്ങി ശരീരം വരച്ചു, അവനും മരിച്ചു. റൂം തുറക്കുന്നില്ല, ഗന്ധം വന്നു. 4-ാം പക്കം റൂം തുറന്നപ്പോൾ 3 ഡെഡ് ബോഡി. തിരുവനന്തപുരത്ത് ഇൻക്വസ്റ്റിന് കൊണ്ടുവന്ന് നോക്കിയപ്പോൾ എഴുതി വെച്ചിരിക്കുന്നു 666. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു. തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറിയാൽ അധർമ്മമൂർത്തി വെളിപ്പെടാറായി. നെയ്യാറ്റിൻകരക്കാരോട് ശീലാസ്വാസിന്റെ അനുമതിയോടുകൂടി 1 മിനിറ്റ് കടമെടുത്തുകൊണ്ട്, നമ്മുടെ കലാലയങ്ങൾ സുരക്ഷിതമല്ല, ക്യാമ്പസുകൾ സുരക്ഷിതമല്ല, നമ്മുടെ ഹല്ലേലൂയ കുഞ്ഞുങ്ങൾ സുരക്ഷിത പാതയിലല്ല പോകുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത് പൂവാർ, പുല്ലുവിള, പഴവഞ്ചാൽ മീനുണ്ട്. പൂവാറിൽ അയിലെ പോലെ നല്ല അയില ലോകത്തെങ്ങും കിട്ടത്തില്ല. സന്തോഷമില്ലല്ലോ. കാസർഗോഡ് പ്രസംഗിക്കാൻ പോയിട്ട് ഇത്ര നല്ല അയില കിട്ടിയില്ല. പൂവാറിൽ അയില ബെസ്റ്റ് അയിലയാണ്, മനസ്സിലാകുന്നവർക്ക്. പഴവഞ്ചാൽ ഉച്ചക്കട ഞാൻ പ്രസംഗിക്കുമ്പോൾ പ്രത്യേകിച്ച് കഴിക്കുന്നതാണ്. അയില കിടക്കുന്നത് നല്ല ഉപ്പുവെള്ളത്തിനകത്താണ്. പക്ഷേ ചിന്നമ്മ സിസ്റ്റർ ചട്ടി കയറ്റി ആ കറി വെക്കണമെങ്കിൽ ഉപ്പ് ചേർക്കണം, മനസ്സിലാകുന്നവർക്ക്. അതുകൊണ്ട് പലരും പറയും, ഉപദേശിമാർ പിള്ളേരെ ഉപദേശിക്കാന്ന്, കുഞ്ഞുങ്ങളെ എവിടെയും പഠിക്കാൻ വിടാം, ആരുടെയും നടക്കാം, ബാർ ഹോട്ടലിന്റെ മുമ്പിൽ കൂടെ നടക്കാം, കള്ള് ഷാപ്പിന്റെ മുമ്പിൽ കൂടെ നടക്കാം. പക്ഷെ അതിനകത്തിരിക്കുന്ന ഉപ്പ് എവന്റെ അകത്ത് കയറരുത്, മനസ്സിലാകുന്നവർക്ക്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞങ്ങൾക്ക് പറയാനുള്ളത്, അത് കയറാതിരിക്കാൻ ഒരു ശക്തി പ്രാപിക്കണം, പരിശുദ്ധാത്മാവിന്റെ ശക്തി. കരമടിച്ച് കർത്തർക്ക് ഭാഗ്യമായി. അതുകൊണ്ട് നമ്മുടെ തലമുറകൾ പരിശുദ്ധാത്മ ശക്തി പ്രാപിച്ചാൽ ദുഷ്ട കൂട്ടുകെട്ടിനകത്ത് വീണു പോകത്തില്ല. രാത്രി അതുകൊണ്ട് അഭിഷേകം പ്രാപിക്കണം. അതുകൊണ്ട് ദൈവദാസം സഭക്കാരോട് ഒരു കാര്യം പറയാനുണ്ട്, പെട്ടെന്ന് ഡ്രം അടിച്ച് സഭായോഗം അവസാനിപ്പിക്കരുത്. 5 മിനിറ്റ് പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കരമുയർത്തുന്നവർക്കായി സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന. കുഞ്ഞുങ്ങളെ എഴുന്നേൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദുഷ്ടന്റെ കൂട്ടുകെട്ടുകളിൽ നിന്ന് അവർ മാറിപ്പോകും. നമ്മുടെ ക്യാമ്പസുകൾ സുരക്ഷിതമല്ല, കലാലയങ്ങൾ സുരക്ഷിതമല്ല. അതിനു മുമ്പ് ഒരു കളി വന്നു, ബ്ലൂ ബ്രെയിൻ. മാറനല്ലൂർ, എല്ലാവരും കേട്ടോ, നെയ്യാറ്റിൻകര പോലീസുകാരും കേട്ടോ. മാറനല്ലൂർ പോലീസ് സ്റ്റേഷനിൽ 9ാം ക്ലാസ്സുകാരുടെ ഒരു പടം ഇപ്പോഴും വെച്ചിട്ടുണ്ട്. ഈ കളി കളിച്ചു, സാത്താൻ്റെ കളി. അവനെ കണ്ടല സർവീസുകാരുടെ ബാഗ് പൊട്ടിയതല്ല, തൂങ്ങി ചത്ത് കളഞ്ഞു. ഇതാ ബ്ലൂ ബ്രെയിൻ്റെ കളി, അത് നിരോധിച്ചു. ഇരവിപേരൂരിൽ മർത്തോമപ്പള്ളിയിൽ അച്ഛൻ്റെ മകൻ കല്യാണം കഴിച്ചു, ഭാര്യ ജോലിക്ക് പോയി. അവൻ്റെ പരിപാടി ഈ കളിയാണ്. എന്താ? സാത്താൻ്റെ കളി. അവസാനം എന്ത് സംഭവിച്ചു മക്കള്? സാത്താൻ ഗ്രൂപ്പുകാർ പറഞ്ഞ്, നിനക്കൊരു റെമ്യൂണറേഷൻ തരാം, കളിച്ച് ജയിച്ചാൽ. എന്താ? കെട്ടി തൂങ്ങണം. ആരെ കൊല്ലാൻ പറ്റത്തില്ല. അവസാനം അവൻ കെട്ടി തൂങ്ങി മൊബൈലിൽ കൂടെ കാണുകയും ചെയ്തു, മനസ്സിലാകുന്നവർക്ക്. ഇതെല്ലാം അന്ത്യകാല സംഭവം. അങ്ങനെയെങ്കിൽ സാത്താന് മനുഷ്യനെ കൊല്ലുവാൻ കഴിയത്തില്ല, കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും. ഇന്റർനെറ്റ് മർഡർ. എല്ലാവരും കേട്ടോണം. ലെബനോണിലെ പേജർ സ്ഫോടനം എല്ലാം ഇപ്പം പറയാൻ പോവാ. ഇവിടെ നമ്മുടെ കുഞ്ഞുങ്ങൾ ടി വിക്കാർ, നമ്മുടെ മകനീയത്തിൽ ബോസ്പ്രദന്റെ ടി വിക്കാർ ഒരു ലാപ്ടോപ്പ് വെച്ചിട്ടുണ്ട്. ഒരു ലാപ്ടോപ്പിന് 5 ഘടകങ്ങൾ. പഠിക്കുന്ന മക്കൾ ഇന്റർനെറ്റ് മർഡറിനെ പറ്റിയാണ് പറയുന്നത്. കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും. ഒരു ലാപ്ടോപ്പിന് 5 ഘടകങ്ങൾ. 1 മൈക്രോ പ്രോസസർ, 2 കീപാഡ്, 3 ലിഥിയം ബാറ്ററി, മേളിൽ ഒരു സ്ക്രീന്. അത് കഴിഞ്ഞതിന് ശേഷം എന്താ? ഇങ്കിന്റെ ബൾബുകളും കൊടുത്തിട്ടുണ്ട്. ഇന്ന് രാത്രി ചെന്നൈയിലുള്ള ഒരു ചെറുപ്പക്കാര് നമ്മുടെ വ്ളാത്താങ്കരയിലുള്ള ഒരു പെൺകുച്ചിയായിട്ട് അടുപ്പമാണ്. 2 പേര് ചാറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ചെറുപ്പക്കാരൻ പെങ്കൊച്ചിനോട് ചില കാര്യം പറയൂ. അപ്പൊ പെങ്കൊച്ച് അത് അനുസരിക്കത്തില്ല. അവനൊരു മെയിൽ അയക്കും, അതിന്റെ പേര് വൈറസ് മെയിൽ, മനസ്സിലാകുന്നവർക്ക്. അവൾക്ക് ഷട്ട് ഡൗൺ ചെയ്യാനും പറ്റത്തില്ല. വൈറസ് മെയിൽ വന്നു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ സിസ്റ്റം ചൂടാകും, മൈക്രോ പ്രോസസ്സും ചൂടാവും, ലിഥിയം ബാറ്ററി ഓവർ സപ്ലൈ ആവും, സ്ക്രീൻ പൊട്ടിത്തെറിക്കും. നിങ്ങളുടെ വീട്ടിൽ ഇടിമിന്നൽ ഏൽക്കുന്നത് പോലെ കമ്പ്യൂട്ടറുകൾ പൊട്ടിത്തെറിക്കുന്ന ഒരു കാലം. ഇന്റർനെറ്റ് മർഡർ. നമ്മുടെ മൊബൈലെ കോളൊക്കെ മാറിയല്ലോ. പണ്ട് ശോഭമോള് മൊബൈൽ എടുക്കുമ്പോൾ നല്ല കോളായിരുന്നു, മേഘം പൂത്തു തുടങ്ങി, മോഹം പെയ്തു തുടങ്ങി. ചിന്നമാമയ്ക്ക് നല്ല കോളായിരുന്നു, ഇസ്രായേലിൽ നാഥനായി വാഴും ദൈവം. അതൊക്കെ പോയി അമ്മാമ്മ. ഇപ്പം നമ്മുടെ BSNL ഐഡിയോ അല്ലെങ്കിൽ വോഡാഫോണോ അന്യായമായിട്ട് മൊബൈലിനകത്ത് വേറെ സന്ദേശം വന്നാൽ കൊടുക്കരുത്. KYC ലോട്ടറി അടിച്ചു, സന്തോഷമില്ലല്ലോ, നിങ്ങൾ ഒരു സാധനവും കൊടുക്കരുത്, ഹാക്ക് ചെയ്യും. അതല്ല ഇന്റർനെറ്റ് മർഡർ അന്ത്യകാലമാണ്. അതായി പണത്തട്ടിപ്പുകാർ മുഴുവൻ ഹാക്ക് ചെയ്യും. അതുകൊണ്ടാണ് പലരും ലോട്ടറി അടിച്ചത്, അന്ത്യകാലം. അങ്ങനെയെങ്കിൽ കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ കമ്പ്യൂട്ടറുകൾ പൊട്ടിത്തെറിക്കും. എല്ലാവരും നോക്കിയാട്ടെ, ബാറ്ററി പൊട്ടിത്തെറിച്ച് സാംസങ് 7 ഗാലക്സി നിർത്തി, മനസ്സിലാകുന്നവർക്കായി. കേരള പോലീസ്, തൃശ്ശൂർ, തിരുവല്ല മല, എല്ലാവരും കേൾക്കണം. ആദിത്യ എന്ന പെൺകുട്ടി, ഒരച്ഛനും അമ്മയ്ക്കും ഏക മകൾ, 8 വയസ്സുള്ളവൾ മൊബൈൽ കളിച്ചു, മൊബൈൽ ചൂടായി. വിഴിഞ്ഞത്ത് മൊബൈൽ പൊട്ടി, കോവളത്ത് മൊബൈൽ പൊട്ടി, അടൂരിൽ മൊബൈൽ ചൂടായി പൊട്ടിത്തെറിച്ചു പോയി. ചാർജ് ചെയ്ത പ്ലഗിനോടൊപ്പം മൊബൈലും പൊട്ടിത്തെറിച്ചു. അതിനോടനുബന്ധിച്ച് ചെന്നൈയിൽ ചെറുപ്പക്കാരൻ സുന്ദരമായിട്ട് കാർ ഓടിക്കുമ്പോൾ മൊബൈൽ പൊട്ടിത്തെറിച്ചു. തിരുവനന്തപുരത്ത് വെമ്പായത്ത് പെട്രോൾ പമ്പ് കത്തി. കർണാടക
കർണാടകയിലെ തുംകൂർ കേട്ടണം, അന്ത്യകാലം കർണാടകയിലെ തുംകൂറിലൊരു സംഭവം ഉണ്ടായി. എന്താ സംഭവം എന്നറിയാമോ? ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ കേൾക്കണമേ. 18കാരി പെൺകുട്ടി വന്നു, കയ്യിൽ മൊബൈൽ ഇരുന്നു, ഗണ്ണിന് മുമ്പിൽ സംസാരിച്ചു, തീ പടർന്നു, പെട്രോൾ പമ്പ് കത്തിപ്പോയി. ഇന്ന് രാത്രി ഉദയംകുളങ്ങര പെട്രോൾ പമ്പ്, പാലരാമപുരം വഴിമുക്ക് പെട്രോൾ പമ്പ്. അച്ഛയ അമ്മ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്, യേശു വരാൻ കാലമായെന്നല്ല, സ്വിച്ച് ഓഫ് യുവർ മൊബൈൽ. മനസ്സിലാകുന്നവർക്ക് ഇവിടുത്തെ സിസ്റ്റത്തിന് മുഴുവൻ മനസ്സിലായി കഴിഞ്ഞു. മൊബൈലിനകത്തുനിന്ന് സന്ദേശം പോയി കഴിഞ്ഞാൽ, അതിൻ്റെ IC-യുടെ വർക്കിംഗ് ഉണ്ടായാൽ, ഹീറ്റായാൽ പെട്രോൾ പമ്പ് പൊട്ടിത്തെറിക്ക്. ഇതൊരു അന്ത്യകാലം. ഇന്ന് രാത്രി വിളാങ്ങാമുറിയോട് നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലായി. വിളാങ്ങാമുറിയിലെ നാട്ടുകാരെ, ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുക. നാഴിക വന്നതുകൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ബാക്കി കേട്ടാട്ടെ. നമ്മുടെ പ്രിയങ്കരനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി, അദ്ദേഹത്തിന് വഴിയൊരുക്കുന്ന ഇസ്രായേലിലെ മൊസാദ, അവർ പറഞ്ഞിട്ടുണ്ട് 2018, സാർ ആവശ്യമില്ലാതെ ലാപ്ടോപ്പ് മൊബൈലും ഒന്നും കൈവെക്കരുത്. അതുകൊണ്ടല്ലേ നാളെ തിരുവനന്തപുരത്ത് വന്ദേ ഭാരത് ഉദ്ഘാടനം ചെയ്യാമെന്ന്. ഭായിയോ ബഹനോ വന്ദേ ഭാരത് കയ്യിലേ അംലോ അച്ഛ വാദാ കർത്ത സന്തോഷമല്ലോ. കൈ ലാപ്ടോപ്പും ഇല്ല, മൊബൈലും ഇല്ല. മനസ്സിലാക്കുന്നവർക്ക് ശ്രോത്രം അത് പിടിക്കത്തില്ല. അത് കഴിഞ്ഞിട്ട് ബ്രിട്ടനിലെ രഹസ്യാന്വേഷണ സംഘടന, ഇതെല്ലാം പിള്ളേർ നോട്ട് ചെയ്യും മക്കള്. ബ്രിട്ടനിലെ രഹസ്യാന്വേഷണ സംഘടന പേരാ യൂറോപോൾ. അവർ 2018 ഡേവിഡ് കാമറൂൺ ഇന്ത്യൻ പ്രധാനമന്ത്രി മോഡി സാറിനോട് പറഞ്ഞു, ആവശ്യമില്ല ലാപ്ടോപ്പ് ഒന്നും പിടിക്കരുത്. തൊട്ടടുത്ത് നെയ്യാറ്റിൻകര DYSP, നമ്മുടെ തൊട്ടടുത്ത് വിളാങ്ങാമുറി ഒരു ഉത്സവം നടക്കുന്നു. അദ്ദേഹം ലാപ്ടോപ്പ് എടുത്ത് റോഡിൽ നിന്ന് ഞെക്കുന്ന ആരെങ്കിലും കാണിച്ചാൽ വല്ല കാശ് ഞാൻ തരാം. അദ്ദേഹം ലാപ്ടോപ്പ് എടുത്ത് റോഡിൽ നിൽക്കത്തില്ല. അദ്ദേഹം പറയും, ചോദിച്ചാൽ പറയും, എനിക്ക് ഭാര്യയും 2 മക്കളും ഉണ്ടെന്ന്. മനസ്സിലാകുന്നവർക്കായി മേശപ്പുറത്തിട്ടേ ഞെക്കത്തുള്ളൂ. അവർക്കും അറിയാം കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും, ഇന്റർനെറ്റ് മർഡർ, അന്ത്യകാലം. അങ്ങനെയെങ്കിൽ ഈ മൃഗത്തിന്റെ പ്രതിഭയ്ക്ക് ആത്മാവിനെ കിട്ടും, ബ്ലൂ ബ്രെയിൻ. അതൊരു അന്ത്യദിനത്തിലേക്ക് വരുന്നു. റോബോട്ടുകൾ, കമ്പ്യൂട്ടറുകളെല്ലാം പൊട്ടിത്തെറിക്കും. ഇനി നിങ്ങൾ കേൾക്കണം, ഇസ്രായേൽ കേട്ടാട്ടെ. ഇതാണ് ലെബനോനിലെ പേജർ സ്ഫോടനം. ഇനി നടക്കാൻ പോകുന്ന പറഞ്ഞ ആളുടെ പേര് ഇപ്പം ഞാൻ പറഞ്ഞുതരാം. എന്താണെന്നറിയാമോ? ലെബനോൻ ഒരു 3000 പേജർ ഉണ്ടാക്കാൻ തൈവാന് വേണ്ടി കൊട്ടേഷൻ കൊടുത്തു. പക്ഷേ തൈവാനിലെ കമ്പനി ഹംഗറിയിലേക്ക് കൊടുത്തു. ഇത് മൊസാദ് അറിഞ്ഞു. മൊസാദ് എന്തോ ചെയ്തു? അവരുടെ കൂടെ പോയി. ദാണ്ട് ഈ സിം കാർഡിനകത്ത് ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. അതിൻ്റെ പ്രത്യേകതയാ ബാർകോഡ്. ഇന്ന് രാത്രി ഞാൻ പിടിച്ചിരിക്കുന്ന പേന എവിടെ ചെന്നാലും ഒരു വില കമ്പ്യൂട്ടർ. അപ്പം 3000 എണ്ണത്തിൻ്റെ ബാർകോഡ് അവന്മാർ ഹാക്ക് ചെയ്ത് കളഞ്ഞു, ഒറ്റ സോഫ്റ്റ്വെയർ. എന്നിട്ട് ഇസ്രായേൽ ഒരു കാര്യം ചെയ്തു, ബാറ്ററിക്കകത്ത് 2 ഗ്രാം ലിഥിയം കൂടത്തിനകത്ത് സ്ഫോടക വസ്തുവും വെച്ചു. ഒരു സുപ്രഭാതത്തിൽ ഹമാസ് ഇസ്രായേൽ സംഘടന ഉച്ചയ്ക്ക് അവന്മാർ പടപടാ ഞെക്കാൻ തുടങ്ങി. 18 മെസ്സേജ് വന്നു. ഈ ഹിസ്ബുള്ളയുടെ പോരാളികൾ ഞെക്കിക്കൊണ്ടിരുന്നപ്പോൾ മൊബൈൽ ചൂടായി, സകലതും പൊട്ടിത്തെറിച്ചു. ഇന്ന് രാത്രി സജു ചാത്തന്നൂരോട് പ്രസംഗിക്കുമ്പോൾ 2800 പേജറുകളാണ് ലെബനോനിൽ പൊട്ടിയത്. മനസ്സിലാകുന്നവർക്കായി 38 പേർ ലോകത്തോട് ഗുഡ് ബൈ പറഞ്ഞു. അതിൻ്റെ പേരാ പേജർ സ്ഫോടന. സജു ചാത്തന്നൂരല്ല, മനോരമ കോൺക്ലേവ് കൊക്കോൺ എന്ന് കേരളത്തിന്റെ വിജിലൻസ് DGP ഞാൻ പരിചയപ്പെടുത്തുന്നില്ല, നിങ്ങൾക്കറിയാം. അദ്ദേഹം കൊച്ചിയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇനി മിഗും റാഷുമല്ല ഇവിടെ യുദ്ധം, സൈബർ പൊട്ടിത്തെറിയ ഇവിടെ നടക്കാൻ പോകുന്നത്. മനസ്സിലാകുന്നവർക്കായി ഇതൊരന്ത്യ കാലമാ. അങ്ങനെയെങ്കിൽ റോബോട്ട് എവിടെയൊക്കെ വരും? പള്ളിയിൽ വരുമോ? ഈ അടുത്ത സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം, പുറകെ പറഞ്ഞു തരാം. ജർമ്മനിയിൽ പ്ലുവർത്ത്, അവിടെ കത്തോലിക്കര പള്ളി, അവിടെ രാവിലെ ഭയങ്കര തിരക്ക്. പോലീസിനെ അറിയിച്ചു, ആരാണ്ട് പറഞ്ഞു ജീസസ് വന്നെന്ന്. പോലീസുകാരും വിചാരിച്ചൊന്ന് കുമ്പസാരിക്കാന്ന്. സന്തോഷമില്ലല്ലോ. അവിടെ ചെന്നപ്പോൾ താടി വെച്ചൊരു പുള്ളിക്കാരൻ. അവർ പോലീസുകാർ ചോദിച്ചു, ആർ യു ജീസസ്? അവൻ പറഞ്ഞു, നോ, AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. താടി വെച്ച പുള്ളിക്കാരൻ കണ്ടോ പള്ളിക്കകത്ത്. അതാ ദാനിയേൽ എഴുതി, മൃഗത്തിൻ്റെ പ്രതിമ ശൂന്യമാക്കുന്ന മ്ലേച്ഛബിംബം വിശുദ്ധ സ്ഥലത്ത് വരും. അന്ത്യകാലമാ മക്കളെ ഇത്. കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വിറ്റ്സർലൻഡിൽ ഇവാഞ്ചലിക്കൽ ചർച്ച്, നല്ല അരുമയാൻ ഒരു പ്രാസംഗികർ വന്നു. 40 മിനിറ്റ് പ്രസംഗിച്ചു. റോബോട്ട് കറണ്ട് പോയി, റോബോട്ടിനെ പൊക്കി റൂമിലും കൊണ്ടുപോയി. മനസ്സിലാകുന്നവർക്ക് ശ്രോത്രം. അങ്ങനെയെങ്കിൽ കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയ റോബോട്ട് വരും. ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, എന്താ സംഭവം? റോബോട്ട് മനുഷ്യനെ കൊല്ലുന്നൊരു കാലം വരാറായി. ആഗോള വ്യാപകമായ ഒരു പൊട്ടിത്തെറിയെ. അങ്ങനെയെങ്കിൽ കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ സൂപ്പർ ഇന്റലിജൻസ്. എല്ലാവരും ഈ കാര്യം കാണണം, എല്ലാവരും കാണണം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹി നടന്നതാ. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ, സക്കർബർഗ്, അത് കഴിഞ്ഞിട്ട് ദാണ്ട് നമ്മുടെ ഈ ഗൂഗിളിൻ്റെ സുന്ദർ പിച്ച, അവരെല്ലാം പറയുന്നത് മനുഷ്യൻ വേണ്ട, സൂപ്പർ ഇൻ്റലിജൻസ് കാര്യങ്ങൾ നിയന്ത്രിക്കും. അന്ത്യകാലം. നിങ്ങളോട് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഇവിടെ +2 കേട്ടോ. ഇനി ടാൻഡോം വേണ്ട, അത് കഴിഞ്ഞിട്ട് ട്യൂട്ടോറിയൽ കോളേജ് സഫയറും വേണ്ട, ബ്രില്യൻസും വേണ്ട. ഇപ്പം റോബോട്ട് പറയുന്നത് എന്തോ,
എന്നെ ഏൽപ്പിച്ചാൽ മതി, ഞാൻ ക്ലാസ് എടുത്തോളാന്ന്. സന്തോഷമില്ലല്ലോ മനസ്സിലാകുന്നവർക്കായി. സ്വോത്രം. എല്ലാ ട്യൂട്ടോറിയം അടയ്ക്കുമെന്ന്. കഴിഞ്ഞ ദിവസം മലയാള മനോരമ വായിച്ചില്ലേ, റോബോട്ട് വൈറസിനെ ഉണ്ടാക്കി തന്നെന്ന് അമേരിക്കയിൽ. മനസ്സിലാകുന്നവർക്കായി. അന്ത്യകാലം ജ്ഞാനം വർദ്ധിക്കുമെന്ന ദാനിയേലിന്റെ പ്രവചനം. അങ്ങനെയെങ്കിൽ കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ മൃഗത്തിന്റെ പ്രതിമ എവിടെ വരും? ലാപ്ടോപ്പിലും കമ്പ്യൂട്ടറിലും വരുന്ന കാലം. മൃഗത്തിന്റെ പ്രതിമ വരുന്നതിന് നമ്മുടെ പ്രത്യാശ തേജസ്സിൽ നമ്മുടെ യേശു മടങ്ങി വരും. രണ്ടാമത്തെ ഭാഗം കേട്ടോണേ. ഈ മൃഗത്തിനൊരു നിയന്ത്രിത ബുദ്ധി, ബ്ലൂ ബ്രെയിൻ കിട്ടും. മക്കളെ, ആ ബുദ്ധി കിട്ടുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിന്റെ മുദ്രയുള്ളവരെ ചേർക്കാൻ കാന്തൻ മടങ്ങി വരും. 3, ആഗോള വ്യാപകമായി കമ്പ്യൂട്ടറുകളും ലാപ്ടോപ്പുകളും പൊട്ടിത്തെറിക്കുന്ന ഒരു കാലം വരും. ആ പൊട്ടിത്തെറി ഉയരുന്നതിന് മുമ്പ് ചങ്കില ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുവാൻ യേശു മടങ്ങി വരും. ഇതാ ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. എൻ്റെ ശബ്ദം കേട്ട് ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും അത്താഴം കഴിക്കും. ആത്മാവ് സഭകളോട് പറയുന്ന ചെവിയുള്ളവൻ കേൾക്കട്ടെ. 4 ഭാഗത്തിൽ 2ാം ഭാഗം അവസാനിക്കുന്നു. ഒരു ക്ലാസ്സിൽ ഇരിക്കുന്നത് പോലെ കേൾക്കണം. 3ാം ഭാഗത്തിലേക്ക് വരുമ്പോൾ ആരുടെ തലയറക്കപ്പെടും? ബാക്കി മൈക്രോചിപ്പ് നാളെയാണ്. ആരുടെ തലയറക്കപ്പെടും? യഹൂദന്റെ തലയറക്കപ്പെടുമോ? ഇതാ നമ്മുടെ പ്രസംഗം. വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 13, 16, 17, 18 വാക്യങ്ങൾ. കുഞ്ഞു വായിച്ച് സഹായിക്കാം. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 16, 17, 18 വാക്യങ്ങൾ വായിക്കാം മക്കളെ. അത് ചെറിയവരും വലിയവരും, ചെറിയവരും വലിയവരും, സമ്പന്നന്മാരും ദരിദ്രന്മാരും, സമ്പന്നന്മാരും ദരിദ്രന്മാരും, സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലങ്കൈമേലോ നെറ്റിമേലോ മുദ്ര കിട്ടുമാറും മൃഗത്തിന്റെ പേരോ അതിൻ പേരിന്റെ സംഖ്യയോ മുദ്രയുള്ളവരല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെയും ആകുന്നു. അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടാരെ കണ്ടോ? ഈ നമ്പർ ഇല്ലാതെ ഒരു കാര്യം നടക്കത്തില്ല. അതാ ഇന്നത്തെ അന്ത്യകാലത്തിലേക്ക് വന്നത്. ഇൻഫോസിസിന്റെ ചെയർമാൻ നന്ദൻ നിലകേനിയെ വിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് 150 കോടി ജനങ്ങൾക്ക് ഒന്ന് കൊണ്ടുവന്നു. ആധാർ. അതാ ഈ കൈമേലും നെറ്റിമേലും മുദ്ര. ബാക്കി നാളെ അതിനൊരു മന്ത്രാലയമുണ്ട്. അതിൻ്റെ പേരാ നീതി ആയോഗ്. വന്നപ്പം പറഞ്ഞ വേണമെങ്കിൽ എടുക്കാം, വേണ്ടാങ്കിൽ എടുക്കണ്ടെന്ന്. ഇന്ന് ആധാർ ഇല്ലാതെ ഒരു കാര്യം നടക്കത്തില്ല. ഇന്ത്യ ആധാർ, അമേരിക്ക അമേരിക്കൻ ഐഡൻറ്റിറ്റി, കാനഡ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ, അത് കഴിഞ്ഞിട്ട് ഇസ്രായേൽ നമ്പർ, ദുബായിലേക്ക് വന്നാൽ എമിറേറ്റ്സ് ID, പിന്നെ നമ്മുടെ മലേഷ്യയിൽ പോയാൽ അവിടെ ID വേണം, നമ്പർ. മനുഷ്യൻ മുഴുവൻ അക്കത്തിൽ അറിയപ്പെടും. അങ്ങനെയെങ്കിൽ കാന്തൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ട്രാൻസാക്ഷന് വേണ്ടി OTP വരുന്നു. നമ്പർ ആവശ്യമാണോ? പണ്ട് പറയും നമ്പരൊന്നും വേണ്ടെന്ന്. വണ്ടിയുടെ പുക ടെസ്റ്റ് ചെയ്യാൻ പോകണം, സന്തോഷമില്ലല്ലോ. പണ്ട് 80 രൂപ കീ കൂക്കു പുകയായിട്ട് പോവാം, സന്തോഷമില്ലല്ലോ. സ്വോത്രം. ഇന്ന് ഒറിജിനൽ ഓണർ ചെല്ലണം. അവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരും പറയും, ചേട്ടാ മൊബൈൽ കൈ വെച്ചേക്കണേ. അതിനുശേഷം ഒരു OTP വരും. അതാ അമ്മാമ്മ ട്രാൻസാക്ഷൻ 1 ടൈം പാസ്വേഡ്. അത് അങ്ങോട്ട് കമ്പ്യൂട്ടർ അടിച്ചെങ്കിലേ വണ്ടി എത്ര പുതിയാലും പുക ശരിയാകത്തുള്ളൂ. നമ്പർ 1 നെയ്യാറ്റിൻകര പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. നമ്മുടെ പഴയ കടയിലെ ശോശാമ്മ സിസ്റ്റർ നേരത്തെ ചെല്ലുമായിരുന്നു. ശോശാമ്മ പുത്തൻ വീട്, പഴയ കട, 10 രൂപ OP കാർഡ്. സന്തോഷമില്ലല്ലോ. സ്വോത്രം. ഇപ്പം സർക്കാർ ആശുപത്രിയിൽ പോകണം. ചേച്ചി ആധാർ നമ്പർ എന്ന് പറഞ്ഞാട്ട്, കയ്യിലെ മൊബൈലും എന്ന് പറഞ്ഞാട്ട്, ഇച്ചിരി കഴിയുമ്പോൾ 10 രൂപ കീ കൂക്കു. ആ നമ്പരൂടെ പറഞ്ഞാട്ട് OP റെഡിയായി. കരമുയർത്തുന്നവർക്കായി. സന്തോഷമില്ലല്ലോ. 10 രൂപയുടെ OPക്ക് വരെ നമ്പരാ. അന്ത്യകാലം നീതി ആയോഗ്. അന്നാളിൽ വലിയവൻ ചെറിയവൻ, സമ്പന്നൻ ദരിദ്രൻ, ദാസൻ, ഏവർക്കും വലങ്കൈമേലോ നെറ്റിമേലോ മുദ്ര കിട്ടുമാറ് മൃഗത്തിന്റെ പേരിന്റെ സംഖ്യയോ മുദ്രയുള്ളവരല്ലാതെ വാങ്ങുവാനും വിൽക്കുവാനും കഴിയാതെ ഇരിക്കും. പാസ് അവിടെ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അതാ ഇനി മുദ്രയൊക്കെ ഏക്കേണ്ടി വരുന്നൊരു കാലമായി. കോവിഡ് 36,000 നമ്മുടെ കേരളത്തിലെ അന്നത്തെ വീണ ജോർജ് സാർ പറഞ്ഞൊരു കാര്യമുണ്ട്. 2 ഡോസ് വാക്സിൻ എടുത്തവർക്ക് എവിടാ വണ്ടി കയറാൻ പറ്റൂ, ബാങ്കിൽ പോകാൻ പറ്റൂ. ഇതൊക്കെ ലക്ഷണമെങ്കിൽ കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ സംഭവിക്കുന്നത് നമ്പർ അഥവാ ലക്കം, തമിഴ് ലക്കത്തിൽ കാര്യങ്ങൾ നിയന്ത്രിക്കപ്പെടേണ്ടി വരും. ഇതൊരു അന്ത്യകാലമാ മക്കളെ. കാലം തീരാറായി, കാന്തൻ വരാറായി. അങ്ങനെയെങ്കിൽ ഒരു നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ആസ്പദമായി നാളെ നാം ചിന്തിക്കുമ്പോൾ കൃത്യമായി അന്നത്തെ ആ നമ്പറിന്റെ കാര്യം കൂടെ ഒന്ന് പറഞ്ഞാട്ട് അടുത്ത വാക്കൂടെ പാസ് ഒന്ന് വായിച്ചാട്ടെ. ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ. ആ സംഖ്യ അത് ഒരു മനുഷ്യന്റെ സംഖ്യ എത്രേ? ആ സംഖ്യ അതിന്റെ സംഖ്യ 666. ഇതാ കിടക്കുന്നു 666. ഒരു നാഴിക നേരം. സ്വർഗത്തിന് 3 ഘടകം: പിതാവായ ദൈവം, പുത്രനായ ക്രിസ്തു, കാര്യസ്ഥൻ പരിശുദ്ധാത്മാവ്. അങ്ങനെയെങ്കിൽ ദൈവസഭ എടുക്കപ്പെട്ടാൽ 3 പേർ ഒരുമിച്ച് ഭരിക്കും. 1 സത്താന്റെ ഡിവിഡൻഡായി, 1 സത്താൻ, 2 മൃഗം, 3 കള്ളപ്രവാചകൻ. അവർ 7 ആണ്ട് ഭരിക്കുമ്പോൾ
ഈ മുദ്രയേൽക്കണം. 666. ഇനി ആരുടെ തല ഛേദിക്കപ്പെടും? ഇവിടെ പ്രസംഗം 2009 ആധാർ, 2013 ആനയുടെ വാൽ, 2015 ATM-ൽ, 2018 പാസ്പോർട്ടിൽ ചിപ്പ്, 2021 നിങ്ങളുടെ കാറുകളിൽ വന്നു ഏറ്റവും നിർണായകമായി ഫാസ്റ്റാഗ്. കോവിഡ് കഴിഞ്ഞപ്പോൾ QR കോഡ് സ്കാൻ ചെയ്യുക കരമുയർത്തുന്നവർക്കായി. ഇതാ ഇനി മൈക്രോ ചിപ്പായിട്ട് വരാൻ പോകുന്നത്. പൊടിയൂരിലും പഴയ കടയിലും പണ്ട് ചായ കൊടുത്താൽ 20 രൂപ. ഇപ്പം അതല്ല, ചേച്ചി മൊബൈൽ കാണിക്കും 20 രൂപ. കാനറ ബാങ്കിൽ വന്നു ചേർന്നു. നന്ദിയുണ്ടേ. സന്തോഷമില്ലല്ലോ മനസ്സിലാകുന്നവർക്കാവശ്യം. സ്വോത്രം. എൻ്റെ പൊന്ന അമ്മാമ്മ, ഇനി ഇതാ കയ്യിൽ നെറ്റിമേലും വരാൻ പോകുന്ന അവസാന സംഭവമായി. അങ്ങനെയെങ്കിൽ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ പ്രസംഗത്തിൻ്റെ 3-ാം ഭാഗം വളരെ താഴ്മയോടെ പോകുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കടുത്ത സബ്ജക്റ്റാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. എന്താ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ? യഹൂദൻ ഒരു കാലത്തും മുദ്രയേൽക്കത്തില്ല. ഇനി നിങ്ങൾ മനസ്സിലാക്കിക്കോണേ, കോവിഡ് കാലം വന്നു. ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി എന്ന് ബെഞ്ചമിൻ നെതന്യാഹു. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, കുഞ്ഞുങ്ങൾക്കൊരു ചിപ്പ് കൊടുക്കാം, അതിൻ്റെ പേര് ഷ്വാൻ, ചെറിയ ചിപ്പ്. വലിയവർക്കൊരു ചിപ്പ് കൊടുക്കാം, ഷാബ്, അഥവാ ഹൈഷാനും ഷാബും, 2 ചിപ്പ് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇസ്രായേലുകാർ പറഞ്ഞു അത് നടക്കത്തില്ല, ഞങ്ങൾ ഒരു കാരണവശാലും ചിപ്പ് എടുക്കത്തില്ല. ലോകത്തിൽ വാക്സിൻ എടുക്കാത്ത നല്ലൊരു കൂട്ടം യഹൂദന്മാരാ. അതോടൊപ്പം തന്നെ അവർ പറയുന്നു എന്തുകൊണ്ട് ചിപ്പ് വെക്കത്തില്ല. ഇതാണ് യഹൂദന്റെ വിഷയം. എല്ലാവരും കേട്ടാട്ടെ. എന്താ മോശയുടെ തലമുറകൾ അവന്മാർ പറയുന്നു, ഹസദിക്ക് ഹർദിക്ക് നെറ്റൂരി കറുത്ത. അവരാ ഈ കറുത്ത പാൻറ് കറുത്ത ഷർട്ടും ഇട്ട് എന്ന് തലയിലിടിക്കുന്നത്, അഥവാ വിലാപം. അതിൽ അവരൊറ്റ ഒരെണ്ണം മോശയുടെ കൊച്ചുമക്കൾ എന്ന് പറയുന്ന ഇസ്രായേലുകാർ എടുത്തിട്ടില്ല. എന്താ പറയുന്നത്? അവർ വെക്കത്തില്ല. ബെഞ്ചമിൻ നെതന്യാഹുവിനോട് പറഞ്ഞു ഞങ്ങൾ ഈ ചിപ്പും വെക്കത്തില്ല, വാക്സിനും വെക്കത്തില്ല. എന്തുകൊണ്ട് യഹൂദൻ വാക്സിൻ എടുക്കത്തില്ല, ചിപ്പ് വെക്കത്തില്ല? ബൈബിൾ വായിക്കുക. ഇതാ തല ഛേദിക്കപ്പെട്ടവരുടെ ആത്മാക്കൾ. വായിച്ചു തുടങ്ങുന്നു. പുറപ്പാട് പുസ്തകം 13:9. എല്ലാവരും ബൈബിൾ എടുത്താട്ടെ സഹോദരങ്ങൾ. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം 9-ാമത്തെ വാക്യം. യഹൂദൻ എന്തുകൊണ്ട് ചിപ്പ് വെക്കത്തില്ല? ഇത്രയും ടെക്നോളജി ഉള്ള ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായ ഇസ്രായേൽ, IBM-ഉം ഇന്റലും മൈക്രോസോഫ്റ്റും മാറി മാറി പ്രോജക്റ്റുകൾ ചെയ്യുന്നു, പക്ഷേ യഹൂദൻ ചിപ്പ് വെക്കത്തില്ല. വായിക്കാം. പുറപ്പാട് 13:9. യഹോവയുടെ ന്യായപ്രമാണം, യഹോവയുടെ ന്യായപ്രമാണം നിന്റെ വായിൽ ഉണ്ടായിരിക്കേണ്ടതിന്, നിന്റെ വായിൽ ഉണ്ടായിരിക്കേണ്ടതിന്, ഇത് നിനക്ക് നിന്റെ കൈമേൽ അടയാളമായും കണ്ണുകളുടെ നിന്റെ കണ്ണുകളുടെ നടുവിൽ ജ്ഞാപക ലക്ഷ്യമായും ഇരിക്കണം. മതി പാസ്റ്റർ, അവിടെ നിന്ന് വെയിറ്റ് ചെയ്യാട്ടെ. ഇത് 2 നമ്മുടെ കൊണ്ടുപോയി. അതാ ആധാർ എടുത്തപ്പം ശോശാമാമയോട് പറഞ്ഞ് കണ്ണടയ്ക്കൂ, കണ്ണ് തുറക്കൂ, റെറ്റിന കൊണ്ടുപോയി. ഞങ്ങൾ ഇപ്പോൾ ഒരു 10 വിരലും മുദ്രയിട്ടു, വേൾഡ് ഓൺ എ ഫിംഗർ ടിപ്പ്. അതിനുശേഷം കോവിഡ് കാലം ചൂട് നോക്കിയത് കൈമയിലും നെറ്റിമേലുവാ. ഇതെല്ലാം മൈക്രോ ചിപ്പ് വരുന്നത്. ഇനിയാണ് പ്രസംഗത്തിൻ്റെ കാതലായ ഭാഗം. 20 മിനിറ്റ് കൊണ്ട് പ്രസംഗം അവസാനിക്കും, പിന്നെ ആരാധനയിലേക്ക് പോകും. മക്കളെ, യഹൂദൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അവൻ്റെ വചനം കൈമേലും നെറ്റിമേലും. അതിനാ പറയുന്ന യൂദ്ഹേ വൗഹേ. അതാ യേശു പറഞ്ഞു, ഞാൻ പിതാവിൻ്റെ നാമത്തിൽ വന്നു, നിങ്ങൾ എന്നെ കൈക്കൊണ്ടില്ല, മറ്റൊരുവൻ സ്വന്തം നാമത്തിൽ വരും. മൈക്രോ ചിപ്പുമായി ഈ വചനം മാറ്റും. കൈമേലും നെറ്റിമേലും മൈക്രോ ചിപ്പ് ഇംപ്ലാന്റ് ചെയ്യും. ഹ്യൂമൻ ട്രാക്കിംഗ് സബ്ലിമൽ ഇംപ്ലാന്റിംഗ് ടെക്നോളജി മൈക്രോ ചിപ്പ് കൊണ്ടുവരും. നമ്പർ 1, യഹൂദൻ ഇതേക്കത്തില്ല. 2-ാമത്തെ കാര്യം എന്താ? ഈ കൈക്കകത്ത് അടയാളം വന്നാൽ അവൻ ശപിക്കപ്പെട്ടവനാ. ലേവ്യ പുസ്തകം 13:28 ഇസ്രായേലിനുമായിട്ടുള്ള ബന്ധത്തിൽ വായിക്കുന്നു. ലേവ്യ പുസ്തകം 13:28. പുള്ളി തൊക്കിന്മേൽ എന്നാൽ പുള്ളി തൊക്കിന്മേൽ പരക്കാതെ, എന്നാൽ പുള്ളി തൊക്കിന്മേൽ പരക്കാതെ കണ്ട നിലയിൽ തന്നെ നിൽക്കുകയും, കണ്ട നിലയിൽ തന്നെ നിൽക്കുകയും, നിറം മങ്ങാതെ ഇരിക്കുകയും ചെയ്താൽ, നിറം മങ്ങാതെയും ഇരിക്കുകയും ചെയ്താൽ അത് തീപ്പൊള്ളലിന്റെ തിണർപ്പ് ആകുന്നു. ഇങ്ങനെ കൈക്കകത്ത് പുള്ളി വെച്ച നിറകത്തിന്റെ അടയാളവും പ്ലാന്റ് ചെയ്യുന്ന കാര്യം വരും. അങ്ങനെയെങ്കിൽ അവൻ ആരായിരിക്കും? വായിച്ചോട്ട് പാസ്റ്ററെ. പുരോഹിതൻ അവനെ ശുദ്ധിയുള്ളവനെന്ന് വിധിക്കണം. അവൻ ശാപിക്കപ്പെട്ടവൻ. അതുകൊണ്ടാണ് യഹൂദൻ ചിപ്പ് വെക്കാത്ത. നമ്മുടെ ക്രിസ്ത്യാനിയുടെ കാര്യം പറയണോ? സന്തോഷമില്ലല്ലോ. ചിപ്പല്ലല്ലോ, എല്ലാം ടാറ്റു അടിച്ചുകൊണ്ടിരിക്കുമല്ലോ. യാതൊരു ഭാഷ സന്തോഷമില്ലല്ലോ. മനസ്സിലാകുന്നവർക്കായി ബൈബിൾ അധികാരം. ദൈവസഭയിൽ പോകുന്ന ഒറ്റ എണ്ണം ടാറ്റു മറിച്ചുകൊണ്ട് പോരും. സന്തോഷമില്ലല്ലോ. സ്വോത്രം. പാമ്പിൻ്റെ പടം, പല്ലിയുടെ പടം, പൂച്ചയുടെ പടം, കൈയൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഏതൊക്കെ പടം ഉണ്ടെന്ന് അറിയത്തില്ല. പെൺപിള്ളാരോടും ആൺപിള്ളാരോടും പറയാം, ആവശ്യമില്ലാത്തടത്ത് ടാറ്റു അടിക്കാൻ പോയി നിന്റെ കാര്യവും കട്ടപ്പോകയാണ്. സന്തോഷമില്ലല്ലോ. മനസ്സിലാകുന്നവർക്കായി സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ഈ പള്ളിക്ക് ഈ മണി മതി. മനസ്സിലാകുന്നവർക്കായി സന്തോഷമില്ലല്ലോ. ഇന്നാൾ ഒരു പുള്ളിക്കാരി ഒരു പാസ്റ്റർ
ഞാൻ നോക്കിയപ്പോൾ ഇന്ത്യയുടെ ഭൂപടം കൈ വരച്ചേക്കുന്നത് യാതൊരു മണി പാസ്. ഞാൻ ചോദിച്ചത് എന്തിനാ? ഞാൻ ഇന്ത്യ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ പറഞ്ഞു മായച്ചു കളഞ്ഞോണം, പള്ളിയിൽ വേണേ ഗ്ലോബോ കലണ്ടറോ വെച്ച് കരമടിച്ച് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ആവശ്യമില്ലാതെ ഇത് വരയ്ക്കാൻ ബൈബിളിനകത്ത് പ്രമാണമില്ല മനസ്സിലാകുന്നവർക്കായി. കണ്ടോ, മോശ ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിൽ സ്വർഗത്തിലെ ദൈവം കൊടുത്തതാ. പുള്ളി തൊക്കിന്മേൽ പരക്കാതെ കണ്ട നിലയിൽ നിൽക്കുകയും നിറം മങ്ങിയായിരിക്കുകയും ചെയ്താൽ അത് തീപ്പൊള്ളലിന്റെ തിമിർപ്പത്രേ. പുരോഹിതൻ അവനെ പാളയത്തിന് പുറത്ത് അശുദ്ധനാ. അതുകൊണ്ട് ഇനി ഏത് വഴി വന്നാലും യഹൂദൻ ചിപ്പ് വെക്കത്തില്ല. ആമോസ് 4:11-12 എടുത്തോണം. പ്രസംഗത്തിന്റെ കാതലായ ഭാഗം. അങ്ങനെ എതിർ ക്രിസ്തുവിന്റെ പട്ടാളക്കാർ വരും. എല്ലാവരും കേട്ടാട്ടെ, ഇതാ പ്രസംഗം. ആരുടെ തല ഛേദിക്കപ്പെടും? എല്ലാവരും കേൾക്കണം. ദൈവസഭ എടുക്കപ്പെട്ടാൽ ആരുടെ തല ഛേദിക്കപ്പെടും? എതിർ ക്രിസ്തു വരും. മൈക്രോചിപ്പ് യഹൂദന്റെ തലയിൽ ഇംപ്ലാന്റ് ചെയ്യാൻ കൈമേലും വെക്ക്. അമ്മാമേ, അവൻ അനുവദിക്കത്തില്ല. അന്ന് യഹൂദന്റെ തലയറത്ത് താഴെ വീഴും. ആ രക്തസാക്ഷികളുടെ പേര് പീഡാകാല രക്തസാക്ഷികൾ. കരമുയർത്തുന്നവർക്കായി ദൈവസഭ എടുക്കപ്പെട്ടാൽ മൈക്രോചിപ്പ് വെക്കത്തില്ല. 2 കാര്യങ്ങളാണ് യഹൂദന്റെ തലയിറക്കുന്നത്. ഒന്ന്, എന്താ ഏറ്റവും നിർണായകമായി? അവർ റോബോട്ടിനെ വണങ്ങത്തില്ല. അവൻ ആലയത്തെ റോബോട്ട് കൊണ്ടുവരും. ദാനിയേൽ 12:11-12 അമ്മാമ്മ വീട്ടിൽ ചെന്ന് വായിക്കണം. എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത ശൂന്യമാക്കുന്ന മ്ലേച്ഛബിംബം ആലയത്തിനകത്ത് യഹൂദന്റെ ന്യായപ്രമാണം പുറപ്പാട് 20:4 മേലാകാശത്തിലും കീഴഭൂമിയിലും ഭൂമിക്കടിയിൽ വെള്ളത്തിലും യാതൊന്നിന്റെ വിഗ്രഹത്തെ ഉണ്ടാക്കരുത്, വണങ്ങരുത്. കേട്ടോ, ഇത് അന്ത്യകാല പ്രസംഗം. പ്രാർത്ഥിച്ച സാറ് പറഞ്ഞോളാം, കേട്ടോണോ. 1, അവൻ റോബോട്ടിനെ കൊണ്ടുവരും. 2, അവനെ പഴയ നിയമത്തിന്റെ തോറയും തനാക്കുക. മൈക്രോചിപ്പ് വെക്കത്തില്ല. നെയ്യാറ്റിൻകരയിൽ 2 ചെറുപ്പക്കാർ, എല്ലാവരും കേട്ടാട്ടെ. കളിക്കാവുള്ള ASI വിൻസെന്റ്, IS-ന്റെ 2 ചെറുപ്പക്കാർ നെയ്യാറ്റിൻകരയിൽ പോയിട്ട് പട്ടാപ്പകൽ തുപ്പാക്കി എടുത്ത് കളിക്കാവുള്ള ചെക്ക് പോസ്റ്റ് ഉക്കട സ്ട്രീറ്റിൽ നിന്ന പുള്ളിക്കാരെ മാറി വന്നപ്പോൾ ഇവിടെ വെടിവെച്ചു കൊന്നു. അവരാണ് IS-ന്റെ തീവ്രവാദികൾ. കാന്തന്റെ വരവിൽ കൈവിട്ടു പോയാൽ ദാനിയേൽ പ്രവചനം 9:26 വായിക്കണ്ട. വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം അഥവാ ആന്റി ക്രൈസ്റ്റിന്റെ പടയാളികൾ എന്താ ചെയ്യും? യഹൂദൻ ചിപ്പ് വെക്കത്തിൽ അവൻ വചനമെടുക്കും. അവന്റെ തല കറുത്ത് രക്തം താഴെ വീഴും. ആ രക്തസാക്ഷികൾ, ആ പീഡാകാല രക്തസാക്ഷികൾ, സിറിയയിലും ഇറാഖിലും IS തലയിറക്കുന്നവരുടെ രക്തം താഴെ വീഴും. എന്നാൽ ഇന്ന് രാത്രി നമ്മുടെ സിയോൻ സംഘ കൺവെൻഷന്റെ പ്രത്യാശ, യഹൂദന്റെ രക്തം താഴെ വീഴുന്നതിന് ഇവിടെ ഒരു സംഭവം നടക്കും. അതിനായി കൺവെൻഷൻ ഏലി ഏലി ലമ്മാ ശബത്താനി, എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? ബാഷാൻ കൂറ്റന്മാർ എന്നെ വളഞ്ഞു, നായ്ക്കൾ എനിക്ക് ചുറ്റും ഓലിയിട്ടു, എൻ്റെ അങ്കിക്കായവർ ചീട്ടിട്ടു, എനിക്ക് കുടിപ്പാൻ കയ്പ് കാടിയും കണ്ടിവെണ്ണയും തന്നു, എൻ്റെ മുഖരോമങ്ങളെല്ലാം ഭീച്ചി ചീന്തി. പിതാവിന്റെ സന്ധിയിൽ പറഞ്ഞു, സകലത് നിവർത്തിയായി, ടെറ്റലസ്റ്റായി, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. അപ്പച്ചാ അമ്മച്ചി, ഒരു പടയാളി സൈന്യാധിപന്റെ കയ്യിലെ കുന്തം ഏറ്റുവാങ്ങി എൻ്റെ യേശുവിന്റെ നെഞ്ചത്തോട്ട് കുത്തി 5.5 ലിറ്റർ രക്തവും വെള്ളവും ഒഴിയെങ്കിൽ ഇന്ന് രാത്രി വ്ളാങ്ങാമറി നെയ്യാറ്റിൻകരയുടെ പ്രത്യാശ, യഹൂദന്റെ രക്തം അവിടെ വീഴുന്നതിന് മുമ്പ് യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുക. 10,000 പേർ സുന്ദരനായി എന്റെ കാന്തൻ മടങ്ങി വരാറായി. ഇന്ന് രാത്രി വിശ്വാസത്തോടെ സഹിഷ്ണുതയുടെ എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂതലത്തിലങ്ങ് വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ കാക്ക്. ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പ. ഇന്ന് രാത്രി നിനക്കുള്ളതിനെ മുറുകെ പിടിച്ചുകൊള്ളുക. ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. രാത്രി അതുകൊണ്ട് ആമോസ് 4:11-12 2 വാക്യം കൂടെ കഴിയുമ്പോൾ നിർത്തും. എല്ലാവരും എടുത്താട്ടെ. നമ്മുടെ പെയ്ത്തോമിന്റെ മുമ്പിൽ AG-യിലും ഉണ്ട്, സിയോൻ സംഘത്തിലും ഉണ്ട് ഈ വാക്ക്. വായിച്ചാട്ടെ. ആമോസ് 4:11-12 ദൈവം സോതോമിനെയും ഗോമോറയെയും ഉന്മൂലനാശം ചെയ്തതുപോലെ ഞാൻ നിങ്ങളുടെ ഇടയിൽ ഒരു ഉന്മൂലനാശം വരുത്തി. ലോകരാജ്യങ്ങൾ അവനെ ചിതറിച്ച്. നമ്മ ഈ വചനമൊക്കെ എടുക്കും. നാളെ ഇതൊന്നും പറയത്തില്ല, നോട്ട് ചെയ്തോണം. അടുത്തത്, നിങ്ങൾ കത്തുന്ന തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളി പോലെ ആയിരുന്നു. ഇസ്രായേൽ മക്കൾ കത്തുന്ന എരിയുന്ന തീന്ന് വലിച്ചെടുക്കപ്പെട്ട ഒരു രാജ്യമായി ഇപ്പൊ ലോകത്തിലുണ്ട്. ഒരു കൊള്ളി പോലെ ആയിരുന്നു. എന്നിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല. ഇതുവരെ അവന് മശികായ വേണ്ട. കഴിഞ്ഞ ദിവസം നമ്മുടെ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞ് യേശുവിന്റെ സ്നേഹം ഒന്നും പറയണ്ട, ചെങ്കിസ്ഖാന്റെ വാള് മതിയെന്ന്. സന്തോഷമില്ലല്ലോ, സ്വോത്രം. അവന് മശികായ വേണ്ട. അടുത്ത വാക്ക് വായിച്ചാട്ടെ. അതുകൊണ്ട് ഇസ്രായേലേ ഞാൻ ഇങ്ങനെ നിന്നോട് ചെയ്യും. ഇതാ നമ്മുടെ പള്ളിയുടെ മുറ്റത്തെ വാക്യം. വായിച്ചാട്ടെ. ഇസ്രായേലേ ഞാൻ ഇത് നിന്നോട് ചെയ്യുവാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. കരമുയർത്തുന്നവർക്കായി കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഇസ്രായേലേ ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. അവൻ ന്യായാസനങ്ങളെ തുറന്നു. ഓരോരുത്തർക്കും ന്യായവിധിയുടെ അധികാരം മൃഗത്തോടും
അതിൻ്റെ പ്രതിമയോടും അതിൻ്റെ സംഖ്യയോടും മുദ്രയോടും തലഛേദിക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ കണ്ടു. അവർ എഴുന്നേറ്റു 1000 ആണ്ട് വാണു. ഇതൊന്നാമത്തെ പുനരുത്ഥാനം. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവൻ്റെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. അവൻ ദൈവത്തോടും ക്രിസ്തുവിനോടും കുഞ്ഞാടിനോടും ദൂതന്മാരോടും വിശുദ്ധ ജനത്തോടും 1000 ആണ്ട് വാണു. അങ്ങനെയെങ്കിൽ ദൈവസഭ എടുക്കപ്പെട്ടാൽ 3 ഭാഗങ്ങൾ ഇന്നലെയും എന്നുമായി. നമ്പർ 1, ഇന്നലെ മൃഗം, ഇന്ന് മൃഗം സംസാരിക്കും. 2, 3 മൃഗത്തിന്റെ പ്രതിമയെ വണങ്ങാത്തവരെ കൊല്ലിക്കേണ്ടതിന് അധികാരം. 4, യഹൂദൻ മൈക്രോചിപ്പ് വെക്കത്തില്ല, അവന്റെ തലയെ അറുക്കപ്പെടും. അതാ പീഡാകാല രക്തസാക്ഷികൾ. 5-ാം ഭാഗം നാളെ രാത്രിയിലേക്ക് മൈക്രോചിപ്പും പാതാളവും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി മനുഷ്യൻ എങ്ങനെ മധ്യാകാശത്തിൽ എടുക്കപ്പെടും? റാന്നിയിലെ പ്രളയവും ജാർഖണ്ഡിലെ പ്രളയവും എല്ലാം കേൾക്കണം. 2 വാക്യങ്ങൾ പറഞ്ഞ് ഇന്ന് രാത്രി നിർത്താം. രാവിലെ തൊട്ട് കപിലപ്രസംഗം നടത്തി എനിക്ക് നെഞ്ചുവേദന എടുത്തുകൊണ്ടിരിക്കുക. മോനിപ്പോൾ ഉഷാറിന് വേണ്ടി 7 കുടിച്ചതിന് ശേഷം ഞാനും ഒന്ന് സന്തോഷമായത് മനസ്സിലാക്കുന്നവർക്ക് സ്തോത്രം. അതുകൊണ്ട് 2 കാര്യങ്ങൾ പറഞ്ഞ് ഇന്ന് അവസാനിക്കാം. മനുഷ്യൻ മരണം കാണാതെ എങ്ങനെ എടുക്കപ്പെടും? റാന്നിയിലെ പ്രളയം 2 ജില്ലകളിലെ ദൈവം കാത്തതാ. സന്തോഷമില്ലല്ലോ. അയ്യോ, നിങ്ങൾക്ക് ഒരു സന്തോഷവും ഇല്ല. തിരുവനന്തപുരത്ത് ഈ കൺവെൻഷൻ നടത്തുകൊണ്ട് തിരുവനന്തപുരത്തുകാരെ കാത്ത്, അതിൻ്റെ ഇടയ്ക്ക് അയൽ ജില്ലയായ കൊല്ലത്ത് കൺവെൻഷൻ ഒന്നും നടക്കുന്നില്ല. ആദ്യത്തെ പാസ് മുല്ലപ്പോമ്പടി ഏറ്റുകിടക്ക് കല്ലിനുണ്ട് സൗകര്യം. ഇവിടെ പെയ്യാത്തതുകൊണ്ട് അവിടെയും പെയ്തില്ല. സ്വോത്രം. പത്തനംതിട്ട തൊട്ട് വയനാട് പുൽപ്പള്ളി ഏജി വരെ ഞാൻ വിളിച്ചു ചോദിച്ചു. എല്ലാം പ്രളയവും കെടുതിയും. ഇവിടെ ഒരു കാറ്റടിച്ചില്ല, ഒരു വീട് വീണില്ല, നിങ്ങളുടെ വീട്ടിൽ വെള്ളം കയറിയില്ല. അതുപോലെ അമ്മാമേ സ്തോത്രം. അതാ ദൈവമഹത്വം ഉയർത്തുന്ന ദേശം ദൈവത്താൽ കാക്കപ്പെടും. കട്ടിൽ വരെ വെള്ളം. ഇന്നും കടയിൽ കയറി ചായ കുടിച്ചപ്പോൾ എക്കൽ കിടക്കുക. സന്തോഷമില്ലല്ലോ. 6000 കിണറ്റിലാണ് റാന്നി വെള്ളം കിടക്കുന്നത്. ഇവിടെ കുഞ്ഞമ്മാമ കിണറ്റിൽ നിന്ന് ബക്കറ്റ് ഇട്ട് മുക്കിക്കൊണ്ടിരിക്കുക. സ്വോത്രം. കഴിപ്പാൻ ആഹാരം, കുടിപ്പാൻ വെള്ളം. എത്ര നല്ല ദൈവം! എത്ര സ്തുതിച്ചാൽ മതിയാവും. ഒരലട്ട് രാത്രി ഇവിടെ കയറിയിരുന്നുണ്ടെ പൂവാറോ പൊടിയൂരോ കയറുന്ന സുനാമിയുടെ തിരപോലിഞ്ഞ് കയറിയാണ്. സ്വോത്രം. എന്നാൽ നിന്നെ കാത്തു പരിപാലിക്കുന്ന ഒരു ദൈവം. ഇസ്രായേലിന്റെ ദൈവം മയങ്ങുന്നവനും ഉറങ്ങുന്നവനുമല്ല. ദൈവം തൻ്റെ മക്കളെ കരുതുന്ന വഴികൾ ഓർത്താൽ, അതുകൊണ്ട് ആ ചങ്ക് തകർന്ന് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു ഉപദേശി നോർത്ത് ഇന്ത്യ എന്ന് പറഞ്ഞ പോലെ ഞാൻ മിക്ക ദിവസവും തിരുവനന്തപുരത്ത് ആഴ്ച 4 ദിവസമെങ്കിലും കാണാറുണ്ട്. ഈ തിരുവനന്തപുരത്തുകാരെന്താ പ്രസംഗം നിർത്തുന്നില്ലോ എന്ന്. ഞാൻ പറഞ്ഞു, കർത്താവ് വരുന്നവരെ ഞങ്ങളിവിടെ പ്രസംഗിക്കുന്നു. സന്തോഷമില്ലല്ലോ. സ്വോത്രം. ഏതെങ്കിലും ഭാവി രക്ഷപ്പെടട്ടെ. സ്വോത്രം. തെക്കൻ തിരുവിതാംകൂറിൽ ഇത്ര യോഗങ്ങൾ നടക്കുക. ദൈവം മനസ്സലിമിൻ്റെ ദൈവം, കരുണയുടെ ദൈവം, കൃപയുടെ ദൈവം. അങ്ങനെയെങ്കിൽ എങ്ങനെ നാം മേഘത്തട്ടുകളിൽ എടുക്കപ്പെടും? ഈ സയൻസ് ഇന്ന് രാത്രി കൊണ്ട് അവസാനിക്കുമ്പോൾ ബാക്കി നാളെ. അങ്ങനെ വരുന്നു 5-ാമത്തെ ഒരു മേഘം. അതിനാസ്പദമായി സജു ചാത്തന്നൂരല്ല, അതാണ് ഈ കാനഡയിൽ ചൂട്. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലത്ത് നമ്മുടെ അമേരിക്ക ചൂട്. എല്ലാവരും കേൾക്കണം, ക്യൂമിനോ നിംബസ്. അതുകൊണ്ടായി ചാനലുകാർ തന്നെ കനത്ത മഴ, വില്ലൻ മേഘം, ക്യൂമിനോ നിംബസ്. 5 മേഘങ്ങൾ. 4 മേഘങ്ങളെ സയൻസിന് അറിയാവൂ. പക്ഷേ കുസാറ്റ് പറയുന്നു 5-ാമതൊരു മേഘം. റാന്നിയിലേക്ക് യാത്ര ചെയ്യുന്നു. ബൈബിൾ 104:3 സങ്കീർത്തനം. 2 വാക്യം പറഞ്ഞുകൊണ്ട് ഇന്ന് രാത്രി, ബാക്കി നാളെ. സങ്കീർത്തനം 104:3-4 വായിക്കുന്നു. അവൻ തൻ്റെ വായിച്ചാട്ട് പാസ്റ്റേ. സങ്കീർത്തനം 104:3. അവൻ തന്റെ മാളികകളുടെ തുലാങ്ങളെ വെള്ളത്തിന്മേൽ നിരത്തുന്നു. അടുത്തത്, മേഘങ്ങളെ തന്റെ തേരാക്കി കാറ്റിൻ ചിറകിന്മേൽ സഞ്ചരിക്കുന്നു. ഇവിടെ നിർത്താം. ഒറ്റ കാര്യം കൂടി ഇന്ന് രാത്രി പറഞ്ഞിട്ടുണ്ട്. മഴ പെയ്യുന്നത് എങ്ങനെ? സയൻസ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ കേട്ടോണം. നാളെ ഇത് പറയത്തില്ല. മഴ, സൂര്യൻ, ഭൂമി 15 കോടി കിലോമീറ്റർ സൂര്യൻ്റെയും ഭൂമിയുടെയും തമ്മിലുള്ള ആപേക്ഷിക ദൂരം. സൂര്യൻ്റെ പ്രകാശം സമുദ്രത്തിൽ ഇറങ്ങുന്നു, വെള്ളം കട്ടിപിടിക്കുന്നു, നീരാവിയായി അത് ആകാശത്തിലേക്ക് കയറുന്നു. ആ കനീഭവിക്കുന്നതാ മഴ. അതുകൊണ്ട് ISRO പറയുന്ന കാർമേഘത്തെ കാണുന്നു, വടക്കൻ കാറ്റ് വരുന്നു, മിന്നൽ മേഘത്തെ കാണുന്നു. 4 മേഘങ്ങളെ പറ്റി ഇവിടുത്തെ ISROയ്ക്ക് ഇപ്പോഴാണ് ഈ വാർത്ത ഇവർ കുറയുന്നത്. 5-ാമത്തെ മേഘം. അതുകൊണ്ടായി ചൂടിൻ്റെ കാര്യം ഇപ്പം പറഞ്ഞുതരാം. ആകാശത്തിൻ്റെ തട്ടുകൾ. 1-ാമത്തെ മേഘത്തിൻ്റെ പേര് നിംബസ്. സയൻസ് നോട്ട് ചെയ്യാം. 2-ാമത്തെ മേഘത്തിൻ്റെ പേര് ആട്ടോ നിംബസ്. 3-ാമത്തെ മേഘത്തിൻ്റെ പേര് സീറസ്. അങ്ങനെയെങ്കിൽ ആട്ടോ നിംബസും നിംബസ്, ആട്ടോ നിംബസ്, സീറസ്, പ്ലാന്റോസ് 4 മേഘങ്ങളാണ് സയൻസിന് അറിയാവുന്നത്. ഇപ്പം വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഇടി മിന്നലും ഉണ്ടാകുന്നത് എങ്ങനെ? ആട്ടോ നിംബസ് കാണുമ്പോഴാ സയൻസ് പറയും ചാറ്റൽ മഴ. നമ്മുടെ സഹോദരിമാർക്ക് ബുദ്ധി, തുണി ഒലക്കാനിട്ടേക്കരുത്. അത് കഴിഞ്ഞിട്ട് സീറസ് കാണുമ്പോൾ പറയും അങ്ങിങ്ങ് മഴ ഉണ്ടാകും. പ്ലാന്റോസ് കാണുമ്പോഴാണ് അവർ പറയുന്നത് യെല്ലോ
മാംഗോ, പൈനാപ്പിൾ, ഓറഞ്ച്. സന്തോഷമില്ലല്ലോ മനസ്സിലാകുന്നവർക്കായി. ഇടിയോട് കൂടിയ മഴ, പൊന്മുടി പോകരുത്, ഇടുക്കി പോകരുത്, ഇതെല്ലാം അല്ല ശാസ്ത്രജ്ഞന്മാർ ഇഷ്ടമല്ല, ബൈനോക്കുലർ വഴി നോക്കിയിട്ടാണ് പറയുന്നത്. ഇനി ഇടിയും മിന്നലും ഉണ്ടാകുന്നത്. എല്ലാവരും കേട്ടാട്ടെ. തണ്ടർ ആൻഡ് ലൈറ്റിംഗ്, ഇടിയും മിന്നലും ഉണ്ടാകുന്നത് എങ്ങനെ? പണ്ട് ആരാണ്ട് പറഞ്ഞ ആകാശത്ത് ദേവന്മാർ ഗതയിട്ട് അടിക്കുന്നതാ ഇടിയും മിന്നലെന്ന്. എൻ്റെ മക്കള് ഗതയിട്ട് അടിക്കുന്നതൊന്നുമല്ല ഇടിയും മിന്നൽ. എല്ലാവരും കേട്ടാട്ടെ. ആകാശത്ത് 2 മേഘമുണ്ട്. അവരുടെ പേരാ ആട്ടോനിംബസ്, സീറസും. യവന്മാർ തമ്മിൽ ഇഷ്ടമല്ല. നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് കാക്കറവിള, അവിടെ അപ്പച്ചൻ മരിച്ചു, 2 മക്കളായിരുന്നു, ജോസും ജോമോനും. കയ്യാല കോരിയിട്ടില്ല, വസ്തു കിടക്കുക. ഇവ ഒരുത്തൻ കയറ് പിടിക്കും, മറ്റവൻ കയറ് പിടിക്കും. എന്നിട്ട് പറയാം എൻ്റെ അപ്പൻ തന്നെ. നാട്ടുകാർ പറയാം വല്യപ്പൻ ഉണ്ടാക്കിയതല്ല, മക്കൾക്ക് അതാണ് അടിക്കുന്നെന്ന്. സന്തോഷമില്ലല്ലോ. അതുപോലെ മധ്യാകാശത്തിൽ 2 മേഘമാ, സീറസും ആട്ടോനിംബസ്. ഇവർ തങ്ങളിൽ ഇഷ്ടമല്ല. ഇവർ തങ്ങൾ കൂട്ടിയിടിക്കും. ആ കൂട്ടിയിടിയ വായുമണ്ഡലം 10,000 ഡിഗ്രി സെൻറ്റിഗ്രേഡ് പഴുക്കും. ആ പഴുക്കുന്നതാ താഴെ കാണുന്ന മിന്നൽ. അതിൻ്റെ പുറകെ ഇടിയും വരും. മനസ്സിലാകുന്നവർക്കായി. അല്ലാതെ ദേവൻ ഗതയിട്ട് അടിക്കുന്നതല്ല ഇടിയും മിന്നലും. ഇവിടുത്തെ സകല സ്കൂളിലെ ടീച്ചർമാരുടെ ജോലി ആട്ടോനിംബസ് സീറസും തമ്മിൽ കൂട്ടിയിടിക്കുന്നതാ. 10,000 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വായുമണ്ഡലം പഴുക്കുന്നതാ മിന്നൽ കൊള്ളിയാൻ. ആ കൊള്ളിയാൻ ആദ്യം വരും പ്രകാശം, പുറകെ ഇടിപെട്ടും. അപ്പോൾ നമ്മൾ ചാക്ക് കൊടുത്ത് പെരെ പുതയ്ക്കുകയും ചെയ്യും. മനസ്സിലാകുന്നവർക്ക് സ്വോത്രം. ഇപ്പം എല്ലാ കോഴ്സുകാരും CSIക്കാരും കേൾക്കണം. നമ്മുടെ ദൈവമാര് വായുമണ്ഡലത്തെ കൂട്ടിയിടിച്ച് 10,000 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വെടി പൊട്ടിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. ആ ദൈവത്തിന് പിന്നെ പള്ളി കതിനാവെടി വെട്ടിച്ച രക്ഷയുണ്ടോ? സന്തോഷമില്ലല്ലോ. നമ്മുടെ ദൈവം 10,000 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ വായുമണ്ഡലത്തെ കൂട്ടിയിടിച്ച് കമ്പനം വഴി ശബ്ദം ഉണ്ടാക്കുന്നവനാ. ആ ദൈവത്തിന് പിന്നെ 10 രൂപയുടെ ചോട്ടാവെടി വെട്ടിച്ചിട്ട് ഒന്നും ഒരു കാര്യമല്ല. പക്ഷേ ദൈവത്തിനൊരു വെടി ആവശ്യമുണ്ട്. ആ വെടി എന്താ? ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന. കരമുയർത്തുന്നവർക്കായി നിന്റെ കരമാടിയിൽ പ്രസാദിക്കുന്നവനാ സ്വർഗത്തിലുള്ള ദൈവം. അങ്ങനെയെങ്കിൽ 5ാമത്തെ മേഘം ഇതാ ഇന്ന് റാന്നി എല്ലാം കാണുന്ന ജാർഖണ്ഡ്. 5ാമത്തെ ഒരു മേഘമാ ക്യൂമിനോ നിംബസ്. അതിൻ്റെ പേരാ ഓക്സിജൻ ചേംബർ. എല്ലാവരും കേൾക്കണം. അമേരിക്കയിലും ഗൾഫ് രാജ്യങ്ങളുടെ മാത്രമല്ല, കാനഡയിലും UK എല്ലാം ചൂട് വരാൻ കാര്യം ആകാശത്തിൻ്റെ തട്ടിളകി. 5ാമത്തെ മേഘം, അതിൻ്റെ പേരാ ഓക്സിജൻ ചേംബർ. അപ്പോൾ ആദ്യത്തെ ICU ഉണ്ടാക്കിയത് ആരാ? നിംസുകാരനാണോ കിംസുകാരനാണോ? ആദ്യത്തെ ICU ഉണ്ടാക്കിയത് സ്വർഗത്തിലെ ദൈവം. പറഞ്ഞുതരാം. പണ്ടൊരു ഉപദേശി വിഴിഞ്ഞത്ത് പോയി. എവിടെ പാനാ? നിനവയ്ക്ക് പാനാ. മനസ്സിലാകുന്നവർക്കായി. അവിടെ ചെന്നപ്പോൾ സാമ്പിൾ ബോട്ടിലൊക്കെ കിട്ടിയപ്പം ഇവാഞ്ചലിസ്റ്റ് മാറി ടൂറിസ്റ്റായി. അവൻ്റെ പേരാ യോന. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. യോന എന്തോ ഇത് പെഗ് അടിച്ചിട്ട് കപ്പലിൽ കിടന്ന് നല്ല പാട്ട് ജാനാസനം ഉപദേശി പാടിയപ്പോഴേ കപ്പലിന് കുലുക്കവും തുടങ്ങി. ഭാഷമാർക്ക് സന്തോഷമില്ലല്ലോ. കുണപ്പെടാത്തവ ഏത് കപ്പലിൽ കയറിയാലും കുലുങ്ങും. IPCയിൽ കയറിയാലും AGയിൽ കയറിയാലും ചർച്ചക്കോടി കയറിയാലും ഫുൾ ഗോസ്പൽ. എന്തായാലും ചീട്ടിട്ടപ്പോൾ യോനയുടെ മണ്ടേ തന്നെ വീണ്. മനസ്സിലാകുന്നവർക്കായി. എല്ലാവരും കൂടെ യോനായെ പിടിച്ച് താഴോട്ടിട്ട് സ്വർഗത്തിലെ ദൈവം ഒരു മത്സ്യത്തെയും വിട്ടു. യോന അപ്പം എത്ര ദിവസം മത്സ്യത്തിൻ്റെ വയറ്റിലിരുന്നു? 3 രാവും 3 പകലും. അപ്പം മത്സ്യത്തിൻ്റെ വയറ്റിൽ ആരാ വെന്റിലേറ്റർ ഉണ്ടാക്കിയത്? ഓക്സിജൻ ചേംബർ ഉണ്ടാക്കിയത് നിംസുകാരാണോ കിംസുകാരാണോ? ആരുമല്ല. ഒരു ഉപദേശിയുടെ മാനസാന്തരത്തിന് വേണ്ടി വയറ്റിനകത്ത് ഓക്സിജൻ ചേംബർ ഉണ്ടാക്കി അവൻ ഒരു ദോഷവും വരാതെ അവനെ പുറത്തു കൊണ്ടുവന്നെങ്കിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, 1000 ഓക്സിജൻ ചേംബറുമായി തൻ്റെ മക്കളെ ചേർക്കുക. മേഘങ്ങളെ തേരാക്കി അവൻ കാറ്റിൻ ചിറകിന്മേൽ സഞ്ചരിക്കുന്നു. ബൈബിൾ ക്ലിയറായോ? മേഘങ്ങളെ തേരാക്കി അവൻ കാറ്റിൻ ചിറകിന്മേൽ. അതായി റീത്ത, കത്രീന, വിൽമ, ഹാർവി, ഓർമ്മ, മാത്യു. ഈ മേഘം കൂട്ടിയടിക്കുന്നതാ ഉത്തരാഖണ്ഡ്, ചെന്നൈ മുങ്ങി. കഴിഞ്ഞ ദിവസം സാമ്പിൾ റാന്നി. എല്ലാവരും കേട്ടോണം. നിർത്താൻ പോവുക. എന്താ അതിൻ്റെ പ്രത്യേകത എന്നറിയാമോ? 1 തുടങ്ങി കോന്നി, അരുവാപ്പാലം, വടശ്ശേരിക്കര, ചിറ്റാർ, ബൗണ്ടറി, റാന്നി, 70 ഏക്കർ, മണിമല, നേരെ മുണ്ടക്കയത്ത് നിന്ന് വാഗമൺ മലയെ കയറി അവിടെ വെച്ച മേഘം തൂത്തുപറക്കി കൂട്ടിയിടിച്ചു. ഈ വെള്ളമാ രാത്രി 10 മണിക്ക് ചിക്കൻ കാലും കഴിച്ച് ഹല്ലേലൂയ പാടായിരുന്നു അമ്മാമ 4:45 നോക്കിയപ്പം കഴുത്തിനൊപ്പം വെള്ളം കിടക്കുന്നു. സ്തോത്രം. ഞാൻ സയൻസ് പഠിച്ച് കരഞ്ഞു. 40 മില്ലിമീറ്റർ ചിലപ്പം മഴ. റാന്നിയിൽ പെയ്തത് 340 മില്ലിമീറ്റർ. ലോകം ഞെട്ടിപ്പോയി. മേഘസ്ഫോടനം. ഇതാ നോഹയുടെ കാലത്ത് സംഭവിച്ചത്. ദൈവമക്കളോട് ഇന്ന് രാത്രി കർത്താവിൻ്റെ വരവ് അടുത്തുപോയി. അതാ PC ജോർജ് പറഞ്ഞു, എനിക്ക് 10-75 വയസ്സ് കഴിഞ്ഞ് ഇതുവരെ തുള്ളിവെള്ളം വരയ്ക്കാത്ത കയറിയില്ലേ കർത്താവ്, എൻ്റെ കസേരയെ മുങ്ങിയെന്ന്. മനസ്സിലാകുന്നവർക്കായി സന്തോഷമില്ലല്ലോ. സ്വോത്രം. ഈരാറ്റുപേട്ടയിലെങ്ങും വെള്ളം കയറത്തില്ല. വാഗമണിലെ വെള്ളം ഈരാറ്റുപേട്ട ഇറങ്ങി പാല, മീനച്ചൽ മുഴുവൻ മുങ്ങിക്കഴിഞ്ഞു. മനസ്സിലാകുന്നവർക്കായി. ഇത് ഡാമൊന്നുമല്ല, ആകാശത്തിൽ മേഘവിസ്ഫോടനം. അങ്ങനെയെങ്കിൽ അതിൻ്റെ കൂടെ കാറ്റ്. റീത്ത, കത്രീന, വിൽമ, ഹാർവി, ഓർമ്മ, മാത്യു. അങ്ങനെയെങ്കിൽ കാറ്റടിക്കുന്നു. മനുഷ്യൻ എങ്ങനെ എടുക്കപ്പെടും? എയർ ഇന്ത്യ വരുമോ?
എമിറേറ്റ്സ് വരുമോ, ലുഫ്താൻസ വരുമോ, അല്ലെങ്കിൽ ഇത്തിയാദ് വരുമോ, ഖത്തർ എയർവേസ് വരത്തില്ല. മനുഷ്യൻ കാറ്റിലെടുക്കപ്പെടും. വായിക്കാം 2 രാജാക്കന്മാർ 2:11. ഇന്ന് രാത്രി നിർത്താം. മനുഷ്യൻ കാറ്റിലെടുക്കപ്പെടും. 2 രാജാക്കന്മാർ 2-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം വായിച്ചോട്ടെ മക്കളെ. 2 രാജാക്കന്മാർ 2:11. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അഗ്നിരഥവും അഗ്നിയാശങ്ങളും വന്ന് അവരെ തമ്മിൽ വേർപിരിച്ചു. അങ്ങനെ ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് കയറി. കരമുയർത്തുന്നവർക്കായി കാറ്റടി തുടങ്ങിയ അച്ചായ സീനിയർ പാസ്റ്റർമാർ ഇവിടെ ഇരിക്കുന്നത്. ശീലാസച്ചാനും നമ്മുടെ യാദത്ത് മണി പാസ്റ്റൊക്കെ ഇരിക്കുന്നു. പണ്ടൊരു 15 വർഷം മുമ്പ് യെല്ലോയും ഇല്ല, മാങ്കോയും ഇല്ല, പൈനാപ്പിളും ഇല്ല. സന്തോഷമില്ലല്ലോ. ഇപ്പം എപ്പം നോക്കിയാലും തമിഴ് ഭാഷയെ പൂയൽ എന്തെല്ലാം കാറ്റ്. റീത്ത, കത്രീന, ബിൽമ, ഗാർബി, ഓർമ, മാത്യു, ലോറൻസ്, മഹ, ബുൾബുൾ, മേഘനു, സാഗർ, ബുരേവി, ടൗട്ടെ. സന്തോഷമില്ലല്ലോ. കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ ചർച്ചിലെ പയ്യൻ്റെ പേര് ബിബിൻ ജോയ്. പയ്യൻ്റെ പേരും കാറ്റിനകത്ത് കിടക്കുന്നത്. എത്ര നല്ല അരുമയാണ് പൂയൽ മനസ്സിലാക്കുന്നവർക്കായി. അങ്ങനെയെങ്കിൽ മനുഷ്യൻ മരണം കാണാതെ എടുക്കപ്പെടുമോ? നമ്മുടെ ഏലിയാവും ഏലീശായും കൂടെ യോർദാനക്കരയോട്ട്. അപ്പം ഏലീശയ്ക്ക് പിടികിട്ടി ഇന്ന് അച്ചായനെ കൊണ്ടുപോകും. സന്തോഷമില്ലല്ലോ. സ്വർഗം ചോദിച്ചു അച്ചായനെ കൊണ്ടുപോകുമ്പോൾ എന്തോ വേണം? ഞാനാന്നേ പറഞ്ഞതിന് 40 സഭയും വേണം, ബൈബിൾ കോളേജും വേണം, അച്ചായൻ്റെ FCRA വേണമെന്ന്. സന്തോഷമില്ലല്ലോ. സ്വോത്രം. ഏലീശ പറഞ്ഞൊരു കാര്യമുണ്ട്. അച്ചായ 5000-ന് സ്ഥാനപ്പെടുത്തി, പറ്റുമെങ്കിൽ ഒരു 10,000-ന് സ്ഥാനപ്പെടുത്തണം. അച്ചായ ഒരു 400 സഭ പണിഞ്ഞു, ഒരു 800 പണിയാൻ കൃപ തരണം, ഇരട്ടി പങ്ക്. അപ്പം ഏലീശ അക്കരെ കയറിയപ്പോൾ ഒരു മേഘം താഴേക്ക് വന്നു. ഏലിയാവ് മേഘത്തട്ടുകളിൽ എടുക്കപ്പെട്ടു. ദാണ്ടേ എല്ലാവരും പാസ്റ്ററെ അതുകൊണ്ടാണ് കാണിക്കുന്നത്. വേഗമേറിയ മേഘം, ക്യൂമനോ നിംബസ്. മലയാള മനോരമ സജു ചാത്തന്നൂരല്ല, ശാസ്ത്രജ്ഞന്മാർ ഇപ്പം പറയുന്ന 5-ാമത്തെ മേഘം ഇറങ്ങിയത്. അത് ആകാശത്തിൽ വ്യതിയാനം. ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ആരാധിക്കുന്ന നിനക്ക് ലോകത്തിൻ്റെ രഥങ്ങൾ വേണ്ട. കരമുയർത്തുന്നവർക്കായി നിന്നെ എതിരേൽക്കുവാൻ സ്വർഗത്തിൻ്റെ രഥങ്ങൾ ഇറങ്ങി വരും. ഇന്ന് രാത്രി വചനം കേൾക്കണം. ആഹാബ് രാജാവ് ഹല്ലേലൂയ. ഏലിയാവ് എന്താ പൈതലുമായിട്ട് പോയി കടലിനകത്ത് മുട്ടുമടക്കാൻ പറഞ്ഞു, മടക്കി. 1-ാം ദിവസം പോയി മേഘമില്ല, 2-ാം ദിവസം മേഘമില്ല, 3-ാം ദിവസം പോയി മേഘമില്ല, 4-ാം ദിവസം മേഘമില്ല, 5-ാം ദിവസം മേഘമില്ല, 6-ാം ദിവസം മേഘമില്ല, 7-ാം ദിവസം ഒരു കൈ ഉയരുന്ന പോലെ മേഘം മഴക്കാറ്. ഏലിയാവിൻ്റെ അടുത്ത് പൈതൽ വന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു മേഘം പൊങ്ങി വരുന്നു. ദേശത്തിന് വേണ്ടി മുട്ടുമടക്കി മഴ പെയ്യിക്കുവാൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച ഏലിയാവിന് ആഹാബിന്റെ രഥം വിട്ടുകൊടുത്തില്ല. സ്വർഗം പറഞ്ഞു, നിനക്ക് ആഹാബിന്റെ രഥം വേണ്ട, ആഹാബിന്റെ രഥത്തെക്കാൾ മുൻപേ അഭിഷേകമുള്ളവനെ ചേർക്കുക. സ്വർഗത്തിന്റെ രഥം ഇറങ്ങി വരാറായി. ഇന്ന് രാത്രി ആരാധിക്കുന്ന അമ്മാമെ അസംബ്ലീസ് കോഡ് തന്നില്ലെങ്കിലും, ചർച്ച കോഡ് തന്നില്ലെങ്കിലും, IPC തന്നില്ലെങ്കിലും, സിയോൻ സംഘം തന്നില്ലെങ്കിലും, ഇന്റർനാഷണൽ സിയോൻ അസംബ്ലി തന്നില്ലെങ്കിലും, ആരാധിക്കുന്ന നിന്നെ എതിരേൽക്കുക. സ്വർഗത്തിന്റെ രഥങ്ങൾ ഇറങ്ങി വരാറായി. മേഘങ്ങളെ തേരാക്കി അവൻ കാറ്റിൻ ചിറകിന്മേൽ സഞ്ചരിക്കുന്നു. 5-ാമത്തെ മേഘം ഇറങ്ങി വരാറായി. രാത്രി സമാപനത്തിലേക്ക് 5 കാര്യങ്ങൾ ഈ രാത്രി നിങ്ങളോട്. 1, ഒരു മൃഗം എഴുന്നേറ്റ് വരുമ്പോൾ അവൻ മനുഷ്യനെ കാണും. മനുഷ്യനെ കാണുന്നതിന് മുമ്പ് അഗ്നിജ്വാലയ്ക്കൊത്ത് കണ്ണുള്ളവൻ തൻ്റെ സഭയെ ചേർക്കുവാൻ വരും. 2, അവൻ ലോകത്തോട് സംസാരിക്കും. ആ ശബ്ദം കേൾക്കുന്നതിന് മുമ്പ് കാഹളനാദം നമ്മുടെ ചങ്കിനകത്ത് പരിശുദ്ധാത്മ ശക്തിയിൽ കേൾക്കുവാനിടയാവും. 3, റോബോട്ട് സംസാരിക്കും. താമസമിന റോബോട്ടിൻ്റെ മുഖം കമ്പ്യൂട്ടറിൽ, ലാപ്ടോപ്പിലും. മക്കളെ, ആ റോബോട്ടിൻ്റെ മുഖം കമ്പ്യൂട്ടറിൽ കാണുന്ന തേജസ് യേശുവിൻ്റെ പൊന്മുഖം. ഈ റോബോട്ടിൻ്റെ ഒരു ബ്ലൂ ബ്രെയിൻ കിട്ടും, നിയന്ത്രിത ബുദ്ധി. അത് പ്രാപിക്കുന്നതിന് മുമ്പ് പരിശുദ്ധാത്മ ശക്തിയുള്ള ദൈവസഭ എടുക്കപ്പെടും. ആഗോള വ്യാപകമായി ലാപ്ടോപ്പുകളും കമ്പ്യൂട്ടറുകളും പൊട്ടുന്നൊരു ശബ്ദം ലെബനോനിൽ തുടങ്ങിയെങ്കിൽ ഒരു സൈബർ യുദ്ധത്തിൻ്റെ കാലം വിദൂരമല്ല. അത് പൊട്ടുന്നതിന് മുമ്പ് കാന്തൻ്റെ ഗംഭീരനാദം മുഴങ്ങും. യഹൂദൻ ഒരു കാലത്തും കൈമേലും നെറ്റിമേലും ചിപ്പ് വെക്കത്തില്ല. അന്ന് എതിർ ക്രിസ്തുവിൻ്റെ പട്ടാളക്കാർ അവൻ്റെ തലയിറക്കും. ആ രക്തസാക്ഷികൾ, പീഡാകാല രക്തസാക്ഷികൾ. എന്നാൽ സിയോൻ സംഘത്തിൻ്റെ പ്രത്യാശ, ആ രക്തം വീഴുന്നതിന് മുമ്പ് കാൽവറി രക്തത്താൽ കഴുകൽ പ്രാപിച്ച തൻ്റെ സഭയെ ചേർക്കുവാൻ യേശു മടങ്ങി വരാറായി. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തുപോയി. ഈ രാത്രി ഞങ്ങൾ ചങ്ക് കയറിയ സത്യസുവിശേഷം പറയുന്നത് കേട്ടാട്ട്. 2 കാര്യം കുഞ്ഞുങ്ങൾ പാട്ടുപെടുത്തോണം, കറക്റ്റ് അവസാനിപ്പിക്കാം. എന്താ സംഭവം എന്നറിയാമോ? അമേരിക്കയിൽ ഒരു നല്ല ഭരണാധികാരി ഉണ്ടായിരുന്നു, ആൻഡ്രൂ ജാക്സൺ. എല്ലാവരും കേട്ടാട്ടെ. അന്ന് അമേരിക്കയിൽ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു, ജോർജ് വിൽസൺ. അവൻ 29 വയസ്സ്, 2 പേരെ കൊന്നു. അമേരിക്കയിലെ ഫെഡറൽ കോർട്ട് ജോർജ് വിൽസണ് കൊടുത്തത് വധശിക്ഷയാ. ഒരപ്പൻ്റെ ഒരമ്മയുടെ ഏക മകനാ. അവർ ജഡ്ജിയുടെ അടുത്ത് പോയി. ജഡ്ജിയോട് പറഞ്ഞു, സാർ
അവനൊരു മാപ്പപേക്ഷ കൊടുത്തുകൂടെ? സ്വാതന്ത്ര്യദിനത്തിൽ നിന്ന് പലർക്കും വിടുതൽ കൊടുക്കുന്ന പോലെ. അദ്ദേഹം പറഞ്ഞു, അവൻ 29 വയസ്സുകൊണ്ട് അവൻ 2 പേരെ കൊന്ന മരണയോഗ്യൻ. ആരോ അപ്പനോടും അമ്മയോടും പറഞ്ഞു, നിങ്ങൾ ചെല്ലണം. എവിടാ? നമ്മുടെ കൊട്ടാരത്തിൽ ആൻഡ്രൂ ജാക്സൺ ഉണ്ട്. ഒരു പേപ്പർ കൊടുത്താട്ട് അദ്ദേഹത്തിന് കനിവ് തോന്നിയാൽ മകനെ വിടും. അപ്പനും അമ്മയും പ്രസിഡന്റ് അടുത്ത് ചെന്നു. പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ മോനെ ഒന്ന് റിലീസ് ചെയ്യണം. അദ്ദേഹം പറഞ്ഞു 3 പേപ്പർ. 1 എനിക്ക്, 2 ജോർജ് വിൽസൺ, 3 ജയിൽ സൂപ്രണ്ട്. മകൻ ഒപ്പിടണം, പുറത്തിറങ്ങിയ കുറ്റം ചെയ്യത്തില്ല. ജയിൽ സൂപ്രണ്ട് പറയണം, ഇവൻ നല്ല നടപ്പുകാരൻ, കൊണ്ടുവരുമ്പോൾ റിലീസ് ഓർഡർ ഞാൻ തരാം, ബാക്കി നിങ്ങൾ കേൾക്കണം. അപ്പനും അമ്മ ഈ പേപ്പർ മേടിച്ചു. അവർ ജയിലിലേക്ക് ഓടി വന്നു. സൂപ്രണ്ടിനോട് പറഞ്ഞു, സാർ ഞങ്ങളുടെ കണ്ണുനീരിൻ്റെ മറുപടി വന്നു. പ്രസിഡന്റ് കൊട്ടാരത്തിൽ നിന്ന് പേപ്പർ തന്നു. അപ്പോൾ എന്താ പറഞ്ഞത്? എൻ്റെ പേപ്പർ ഞാൻ ഒപ്പിട്ടോളാം, മകൻ്റെ പേപ്പർ ആ സെല്ലിൽ കൊണ്ട് കൊടുത്താട്ടെ, അത് ഒപ്പിട്ട് വരുമ്പോൾ എൻ്റെ പേപ്പറും തരാം. കൊട്ടാരത്തിൽ കൊടുത്താൽ വൈറ്റ് ഹൗസിൽ നിന്ന് വിടുതൽ തരും. മോനെ ചെന്ന് അമ്മ വിളിച്ചു, മോനെ നമ്മുടെ കണ്ണുനീർ കണ്ടു, നിനക്ക് ദാണ്ട വിടുതലിൻ്റെ പേപ്പർ ഒന്ന് ഒപ്പിട്ട് തന്നാട്ടെ. ജയിലിൽ മറഞ്ഞിരുന്ന ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് വന്നു. ആ കമ്പിയുടെ ഇടയ്ക്കൂടെ അമ്മയുടെ കയ്യിലോട്ട് കൊടുത്ത പേപ്പർ ഉണ്ടായിരുന്നു, അത് മേടിച്ചു. പച്ചയ്ക്ക് അത് വലിച്ചു കയറി കളഞ്ഞു. അമ്മ നിലവിളിച്ചു, അയ്യോ, അവസാന ചാൻസും നീ നഷ്ടപ്പെടുത്തി. സൂപ്രണ്ട് ഓടി വന്നിട്ട് പറഞ്ഞു, അയ്യോ, ചില മണിക്കൂറുകൾ കഴിഞ്ഞാൽ ഈ ചെറുപ്പക്കാരന് പുറത്തു പോകായിരുന്നു, അവൻ ചെയ്തത് കഠിനമാ, ഇനി രക്ഷയില്ല. അവൻ്റെ രക്ഷയുടെ ടോക്കൺ കീറിക്കളഞ്ഞു. അങ്ങനെയെങ്കിൽ ആ രക്ഷ നഷ്ടപ്പെടുത്തി. ഇന്ന് രാത്രി അവർ അവസാനം കോടതിയിൽ പോയി. ജഡ്ജിയോട് പറഞ്ഞു, സാർ ഒരവസരം തരണം. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ മകൻ മരണയോഗ്യന. എന്താ കാര്യം? ഞാൻ കൈവിട്ടപ്പെട്ടപ്പോൾ ആ നല്ല പ്രസിഡന്റ് ഒരു വിടുതലിൻ്റെ പേപ്പർ തന്നിട്ട് അത് വലിച്ചു കീറിയെങ്കിൽ അവൻ മരണയോഗ്യൻ. 2 രാത്രിയായി രക്ഷയുടെ സന്ദേശം ഇവിടെ മുഴങ്ങുമ്പോൾ അത് അവഗണിച്ച് നീ ന്യായവിധിക്ക് വേണ്ടി പോയാൽ കത്തുന്ന തീക്കകത്ത് നരകയാതന അനുഭവിച്ച് നീ മരിക്കേണ്ടി വരും. അതുകൊണ്ട് വാതിലുകൾ അടയുന്നതിന് മുമ്പ് ഇന്ന് രാത്രി കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മോക്ഷത്തോ, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്കോ ദൈവശക്തി. ഒറ്റ വാക്ക് പറഞ്ഞുകൊണ്ട് ഈ രാത്രി പാട്ടിലേക്ക്, ബാക്കി നാളെ പകലും രാത്രി. മക്കളെ, 2ാം ലോകമഹായുദ്ധം എല്ലാ ചേച്ചിമാരും ചേട്ടന്മാരും കേട്ടാട്ടെ, 5.5 കോടി പേർ മരിച്ചു 2ാം ലോകമഹായുദ്ധത്തിൽ. കൃത്യത കേൾക്കണം. ശവപ്പെട്ടി വന്നു. ഏകദേശം 5.5 കോടിയ യൂറോപ്പിൽ ഒരു സംഘടന പറഞ്ഞു, നല്ലൊരു പിക്ചർ നമ്മൾ സ്വാതന്ത്ര്യദിനത്തിൽ അടിക്കുന്ന പോലെ ആരെങ്കിലും വരച്ചു തന്നാൽ 10,000 പൗണ്ട് കൊടുക്കാം. എല്ലാവരും കേട്ടാട്ടെ. ആ സമയത്ത് ഒരു കാര്യമുണ്ടായി. എന്താ? പലരും പടം അയച്ചു. പള്ളിയിലെ കുർബാന, സ്കൂളിലെ പടം, നെയ്യാറിൻ്റെ പടം പോലെ പല പടം അയച്ചു. ഒരു ചെറുപ്പക്കാരൻ 2 പടം അയച്ചു. വിശ്വാസത്തോടെ കേട്ടാട്ടെ. 1 അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ നടുവിൽ ഒരു പാറയുടെ മേളിൽ ഒരു കാക്ക. അവൻ മെൻഷൻ ചെയ്തു, അറ്റ്ലാന്റിക് സമുദ്രം ലോകമാകുന്ന ഗംഭീരഭാരതി, പാറ ക്രിസ്തു, കാക്ക വിശ്വാസി. മനസ്സിലാകുന്നവർക്കായി. അതിനകത്ത് തിരമാല ഇളകുക. അമ്മമ്മ കേട്ടോണം, 2ാമത്തെ പടത്തിനകത്ത് പാറയിലിരിക്കുന്ന കാക്കയ്ക്ക് ഒരു കുലുക്കൂല. തിര ഇളകുക, ഒരു കുഞ്ഞു മീൻ ഇങ്ങനെ വരുക. ആ ചെറുപ്പക്കാരൻ ഡോട്ടിട്ട് കൊടുത്തു കാക്കയുടെ വായിലേക്ക്. അവൻ എഴുതിയിരിക്കുക, ലോകമാകുന്ന ഗംഭീരവാരിധി എത്ര ഇളകിയാലും ക്രിസ്തുവാകുന്ന പാറമേലിരിക്കുന്ന കാക്കയുടെ വായ്ക്കകത്ത് ഒരു മീനെ കൊടുക്കുവാൻ കരുത്തുറ്റവനാ സ്വർഗത്തിലെ ദൈവം. കരമുയർത്തുന്നവർക്കായി സുനാമി വരട്ടെ, കോവിഡ് വരട്ടെ, ഹോർമോസ് കത്തട്ടെ, ഇവിടെ എന്തെല്ലാം പ്രതിസന്ധി വരട്ടെ, ക്രിസ്തുവാകുന്ന പാറമേൽ നീ ഇരിക്കുമെങ്കിൽ നിന്റെ വായ്ക്കകത്ത് ഒരു കുഞ്ഞു മീനിനെ തരുവാൻ കരുത്തുറ്റവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. എൻ്റെ ദൈവം ആർക്കും കടക്കാരനല്ല. ഇന്ന് രാത്രി കൊട്ടാരമായാലും മരണം വരും, കോട്ടയ്ക്കകത്ത് മരണം വരും, കുടിലായാലും മരണം വരും, ധനവാനായാലും മരണം വരും, ദരിദ്രനായാലും മരണം വരും. ഇന്ന് രാത്രി ഓൺലൈനിൽ കാണുന്ന കുഞ്ഞുങ്ങളെ, മരണം നിന്നെ പിടിക്കും. എന്നാൽ ഞങ്ങളുടെ പ്രത്യാശ ഈ രാത്രി കപ്പക്കാലയിൽ മരിക്കാം, കപലയിൽ മരിക്കാം, ഹാർട്ട് അറ്റാക്കിൽ മരിക്കാം, കോവിഡിൽ മരിക്കാം, ക്യാൻസറിൽ മരിക്കാം. ശരീരത്തിന് മാത്രമേ മരണമുള്ളൂ. കല്ലറയ്ക്കപ്പുറത്ത് ഞങ്ങളെ മാടി വിളിക്കുക, 10,000 പേർ സുന്ദരനായി ഞങ്ങളുടെ യേശു മടങ്ങി വരാറായി. ഇന്ന് രാത്രി കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് അനുദപിച്ച് മുങ്ങി സ്നാനമേറ്റ് പരിശുദ്ധാത്മ ശക്തിയിൽ ആരാധിക്കുന്ന ദൈവസഭയെ ചേർക്കാൻ യേശു വരാറായി. 1ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവന്റെ പേരിൽ 2ാം മരണത്തിന് അധികാരമില്ല. മൃഗത്തോടും അതിന്റെ പ്രതിമയോടും അതിന്റെ സംഖ്യയോടും അതിന്റെ മുദ്രയോടും അത് കഴിഞ്ഞ് തല ഛേദിക്കപ്പെട്ട യേശുക്രിസ്തുവിന്റെ വചനവും സാക്ഷ്യം നിമിത്തം തല ഛേദിക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ കണ്ടു. അവർ എഴുന്നേറ്റു 1000 ആണ്ട് വാണു. നമ്മുടെ കർത്താവ് വരാറായി.